കൂട്ടുകാരെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ വരും അസ്റായീൽ അലൈഹിസ്സലാം. അങ്ങനെ ഒരിക്കൽ കാണാൻ വന്നപ്പോ രണ്ടുപേരും നല്ല ബന്ധമായപ്പോ അവിടെ നിന്ന് ചോദിച്ചു, അസ്റായീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, മരണത്തിന് വലിയ വേദനയാണെന്ന് പറയുന്നല്ലോ, എനിക്ക് ആ മരണത്തിന്റെ വേദനയൊന്ന് അറിയണം, എന്റെ റൂഹ് എന്നെ ഒന്ന് മരിപ്പിക്കുമെന്ന് വെച്ചു. മരണത്തിന്റെ വേദന എന്താ? മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ആ മരണം എനിക്ക് എന്നൊന്ന് മരിപ്പിക്ക്, എന്നിട്ട് എനിക്ക് ജീവൻ തിരിച്ചു തന്നാ മതി. അപ്പൊ ഈ മരണത്തിന്റെ വേദന എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ. ഇദ്രീസ് നബി അലൈഹിസ്സലാം അസ്റായീൽ അലൈഹിസ്സലാമിനോട് ആഗ്രഹം പറഞ്ഞു. രണ്ടുപേരും കൂട്ടുകാരാ. അസ്റായീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് കാര്യം അവതരിപ്പിച്ചു. പടച്ചവനെ, ഇദ്രീസ് നബി ഒരു ആഗ്രഹം പറഞ്ഞിരിക്കുക, എന്ത് ചെയ്യണം? അള്ളാഹു പറഞ്ഞു റൂഹ് പിടിക്കാൻ. റൂഹ് പിടിച്ചു, തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇദ്രീസ് നബിയുടെ റൂഹ് അസ്റായീൽ അലൈഹിസ്സലാം പിടിച്ചു. അത് കഴിഞ്ഞ് ജീവൻ തിരിച്ചു കൊടുത്തു. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അസ്റായീൽ അലൈഹിസ്സലാം ചോദിച്ചു, എങ്ങനെയുണ്ട്? ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, വല്ലാത്ത കഠിനം, വല്ലാത്ത വേദന, സഹിക്കാൻ പറ്റൂല. അത് കഴിഞ്ഞപ്പോ ഇദ്രീസ് നബി രണ്ടാമതൊരാഗ്രഹം പറഞ്ഞു, എനിക്കൊരാഗ്രഹം കൂടെ ഉണ്ട്. അള്ളാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം എനിക്കൊന്ന് കാണിച്ചിരുന്നു, ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു. അള്ളാഹു അവിടെ നിന്ന് ആഗ്രഹം പറഞ്ഞപ്പോ അസ്റായീൽ അലൈഹിസ്സലാം രണ്ടാമതും അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു. പടച്ചവനെ, നരകം കാണണമെന്ന ഇദ്രീസ് നബി പറയുന്നത്. അവസാനം അവിടെ നിന്ന് പറഞ്ഞു, ഒന്ന് മുകളിലൂടെ കൊണ്ട് കാണിച്ചേക്കാൻ പറഞ്ഞു, ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നരകവും കണ്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇദ്രീസ് നബി അലൈഹിസ്സലാം മൂന്നാമത് അസ്റായീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എനിക്കൊരാഗ്രഹം കൂടെ ഉണ്ട്, ഒന്നുകൂടെ ഉള്ളൂ, പറ്റില്ല എന്ന് പറയരുത്. എനിക്കൊരാഗ്രഹം കൂടെ ഉണ്ട്, ചെയ്തു തന്നേ പറ്റൂ, ഇല്ല എന്ന് പറയരുത്. എന്തേ നബി ആഗ്രഹം? എനിക്ക് അള്ളാഹുടെ സ്വർഗം ഒന്ന് കാണണം. ഞാൻ മരണത്തിന്റെ വേദന അറിഞ്ഞു, നരകവും കണ്ടു, ഇനി എനിക്ക് സ്വർഗമാണ് കാണേണ്ടത്. പറ്റില്ല എന്ന് പറയരുത്, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് സാധിച്ചു തരണം. അങ്ങനെ മൂന്നാമതും അസ്റായീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു. അള്ളാഹ് പറഞ്ഞു, ഒന്ന് കാണിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായീൽ അലൈഹിസ്സലാമും കൂടെ സ്വർഗത്തിന്റെ മുന്നിൽ പോയി. സ്വർഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഈ കാണുന്നതാണ് സ്വർഗം, പോയി കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. ഈ കാണുന്നതാണ് സ്വർഗം, ഈ സ്വർഗത്തിന്റെ അകത്ത് പോയി കാണേണ്ടതൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് വരണം, ഞാനിവിടെ നിൽക്കാം. കാരണം ഈ മലക്കിനകത്ത് കയറാൻ അനുവാദം ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞു, പോയി കണ്ടിട്ട് പെട്ടെന്ന് വരണം, ഞാനിവിടെ കാത്തു നിൽക്കാം. ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നുപോയി. സ്വർഗത്തിലെ അരുവികളും സ്വർഗത്തിലെ കൊട്ടാരങ്ങളും സ്വർഗത്തിലെ പഴങ്ങളും സ്വർഗത്തിലെ പദവികളും ഇതെല്ലാം ഇദ്രീസ് നബി ഇങ്ങനെ നടന്ന് കാണാ. അള്ളാഹു ഇതെല്ലാം ഇങ്ങനെ നടന്ന് കാണുകയാ. കുറെ എത്ര നടന്നിങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാ. പക്ഷെ ഇദ്രീസ് നബി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നില്ല. അസ്റായീൽ അലൈഹിസ്സലാം വെളി കാത്തിക്ക, നബിയെ, വാ നബിയെ, ഞാൻ വരൂല, ഞാനിനി ഇറങ്ങി വരൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വർഗത്തിന്റെ അകത്ത് കയറി. അസ്റായീൽ പുറത്തേക്ക്, നബിയെ വരാന്ന് പറഞ്ഞിട്ടാ കയറിയത്. വാ നബിയെ, ഞാൻ വരൂല ഇവിടെന്ന്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി, ചർച്ചയായി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു, മസ്ലഹത്തിന് എന്താ വിഷയമെന്ന് പരിഹരിക്കാൻ. അങ്ങനെ അസ്റായീൽ അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നപ്പോ നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. രണ്ടാമത് ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ചാരത്ത് എന്നിട്ട് ചോദിച്ചു, എന്താ നബിയെ പോകാന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണല്ലോ, എന്താ ഇറങ്ങി പോകാത്തേന്ന്. ആ സമയത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. 3 കാരണങ്ങളാണ് ഇദ്രീസ് നബി പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ ലോകത്ത് കടന്നു വന്ന എല്ലാവരും മരണത്തിന്റെ രുചി എന്താണെന്ന് അനുഭവിക്കും. ലോകത്ത് കടന്നു വന്ന എല്ലാവരും മരണത്തിന്റെ വേദന എന്താ, മരണത്തിന്റെ രുചി എന്താ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ആ മരണത്തിന്റെ വേദന ഈ ലോകത്ത് കടന്നു വന്ന എല്ലാവരും അനുഭവിക്കും. ഒരാള് ജീവിതത്തിൽ ഒരിക്കലേ മരിക്കത്തുള്ളൂ, ഞാൻ മരിച്ചു. ജീവിതത്തിൽ ഒരിക്കലേ ഒരാൾ മരണത്തിന്റെ വേദന അനുഭവിക്കൂ. അപ്പം മരണത്തിന്റെ വേദന എന്താണെന്ന് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എന്നിട്ട് രണ്ടാമതായിട്ട് ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇദ്രീസ് നബി പറഞ്ഞ രണ്ടാമത്തെ മറുപടി, എല്ലാവരും അവരുടെ കണ്ണുകൊണ്ട് നരകം കാണുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് നരകവും കണ്ടു. എല്ലാവരും നരകം കാണുമെന്ന് പടച്ചറബ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഞാൻ നരകം കണ്ടു. മൂന്നാമതായിട്ട് ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, സ്വർഗത്തിൽ കയറിയ ഒരാൾ അള്ളാഹു പിന്നെ ഇറക്കി വിടില്ല.
സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞ ഒരു മനുഷ്യനെ അള്ളാഹു ഇറക്കി വിടില്ല. അതുകൊണ്ട് ഇനി അല്ല എന്നെ ഇറക്കി വിടുന്ന അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വരൂല. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു, ഇനി അല്ല ഇറക്കി വിട്ടാലേ ഞാൻ ഇറങ്ങത്തുള്ളൂ. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ പ്രവാചകൻ അവിടെ തന്നെ നിൽക്കട്ടെ. ഇന്നും ആ പ്രവാചകൻ സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് ഒരു പ്രവാചകൻ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചെയ്ത ഒരു വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കത്തെ കുറിച്ചാണ്. ആ സ്വർഗത്തിലൊന്ന് കടന്നു കയറാൻ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടപ്പോൾ, ആ സ്വർഗത്തിലെ കൊട്ടാരങ്ങളും ആ സ്വർഗത്തിലെ പദവികളും, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ലോകത്തിന്റെ നേതാവ് കടന്നുപോയി. അവിടത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കണ്ടു. ആ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ മുഴുവനും കണ്ടിട്ട് മുത്തുനബി നമ്മളിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തന്നു. അള്ളാഹുവിന്റെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു തന്ന അറിവ് മാത്രം ഹദീസിലൂടെ കിതാബുകളിലൂടെ പഠിച്ചിട്ടേ ഉള്ളൂ. ഉസ്താദന്മാര് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് വഅദ് പറയുന്നത് കേട്ടപ്പോഴേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗമാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും പറഞ്ഞതെന്തെന്നറിയുമോ? നിനക്ക് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാ മനസ്സിലാകൂല. നിന്റെ ചിന്തകൾക്കപ്പുറമാണ്, നിന്റെ ബുദ്ധികൾക്കപ്പുറമാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലെ അനുഗ്രഹം എന്നല്ലാന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോ ഒരിക്കലും എത്ര വഅദ് കേട്ടാലും സ്വർഗത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകില്ല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, സ്വർഗത്തിലെ ഒരു മരത്തിനെ കുറിച്ച് അള്ളാന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തില് ഒരു തണൽ വൃക്ഷത്തെ കുറിച്ച് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരികയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം എന്ന് പറഞ്ഞ എന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു വൃക്ഷമുണ്ട്, ഒരു തണൽ വൃക്ഷം. ഈ കാണുന്ന മരങ്ങൾ പോലെ സ്വർഗത്തിൽ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം, ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ ആ മരത്തിന്റെ ചുവട്ടിലൂടെ 100 കൊല്ലം സഞ്ചരിച്ചാലും ആ മരം വിട്ടുകിടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ 100 വർഷം, ഇവിടത്തെ 100 കൊല്ലമല്ല, ഇവിടത്തെ 100 കൊല്ലമല്ല, അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 കൊല്ലം ദൈർഘ്യമുണ്ടെന്ന. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ 100 കൊല്ലം സഞ്ചരിച്ചാൽ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ഒരു കമ്പ് വിട്ടുകിടക്കാൻ കഴിയില്ലെങ്കിൽ ആ മരത്തിന്റെ വലിപ്പം എത്രയായിരിക്കും? ആ മരത്തിന്റെ വലിപ്പം എത്രയായിരിക്കും? അപ്പൊ സ്വർഗത്തിന്റെ വലിപ്പം എത്രയായിരിക്കും? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വർഗം അവിടെയാണ് മക്കളെ പോകേണ്ടത്. അതാണ് നമ്മുടെ വീട്, അതാണ് നമ്മുടെ തറവാട്. ഇപ്പൊ എല്ലാം പടച്ചവനെ പൗരത്വ ബില്ലൊക്കെ പാസ്സായി, എങ്ങോട്ട് പോകണമെന്നറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല, എല്ലാരും ബേജാറില്ല. സഹോദര, പോകേണ്ടത് നമ്മുടെ വീട്. നമ്മളൊന്നും ഈ നാട്ടുകാരല്ല, നമ്മൾ ആരും ഈ നാട്ടുകാരല്ല. നമ്മുടെ തറവാട് ഏതെന്നറിയുമോ? സ്വർഗം. അവിടെയാണ് ആദം നബി ജീവിച്ചിരുന്നത്, അവിടെയാണ് ഹവ്വാ ബീവി ജീവിച്ചിരുന്നത്. ആ സ്വർഗം എന്ന് പറയുന്ന തറവാട്ടിലേക്ക് പോകണം. അവിടെയാടാ മോനെ, അവിടെ നിസ്കരിക്കണോ, നോമ്പ് പിടിക്കണോ, വഅദ് പറയണോ, വഅദ് കേൾക്കണോ, സദഖ കൊടുക്കണോ? മോനെ, കള്ളു കുടിക്കാം, കള്ളിന്റെ നദികൾ ഇങ്ങനെ ഒഴുകും, പാലിന്റെ ആറുകൾ, തേനിന്റെ അരുവികൾ. അല്ലാഹുവേ പടച്ചവനെ, 33 വയസ്സായ എല്ലാവർക്കും, കളവനില്ല, പ്രായളുപ്പയില്ല, ചെറുപ്പക്കാരില്ല, എല്ലാവർക്കും 33 വയസ്സ്. കറുത്തവനോ വെളുത്തവനോ മുടി ചുരുണ്ടവനോ ഒന്നുമില്ല, എല്ലാവർക്കും യൂസുഫ് നബിയുടെ സൗന്ദര്യം. അല്ലാഹുവേ, ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ ജോലിക്ക് പോകണ്ട. അല്ലാഹുവേ, ഒന്നുമില്ല, ഏതെങ്കിലും ഒരു കാര്യം തിന്നണമെന്ന് തോന്നിയ കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കും, എടുത്തങ്ങ് കഴിച്ചാൽ മതി. അതാണ് സ്വർഗം. അള്ളാഹു ആ സ്വർഗത്തിൽ നമുക്ക് കിടക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗത്തിന്റെ അവകാശികളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിൽ പോകാൻ എന്റെ കയ്യിൽ എന്താ ഉള്ളത്? നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്?
ഒരു സ്വർഗമല്ലേ ഉള്ളൂ. മുത്തുനബിയാണല്ലോ സ്വർഗം തുറക്കുന്നത്. ആ പ്രവാചകൻ കിടക്കുന്ന സ്വർഗത്തിൽ പോകാൻ നിങ്ങളുടെ കയ്യിൽ, നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. നമുക്കെല്ലാവർക്കും അറിയാം ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ പിന്നെ കടന്നു പോകാൻ വല്ല വഴികളുമുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ്, അതാ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. ആ സ്വഹാബിക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പ്രവാചകനും അങ്ങനെ തന്നെയാണ്. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത ഇഷ്ടമാ. അതുപോലെ പ്രവാചകനും ആ ചെറുപ്പക്കാരനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ഒരിക്കൽ സ്നേഹം കൂടിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? എന്തു വേണമെങ്കിലും നീ ചോദിച്ചോ. ഇന്നത്തെ ദിവസം നീ എന്തു ചോദിച്ചാലും നിനക്ക് ഞാൻ തരാമെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു, ആ ചെറുപ്പക്കാരൻ സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചത് എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നാ. എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞ പ്രവാചകനോട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചത് എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് ആഗ്രഹം പറഞ്ഞപ്പോ മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, ഔ ഗൈറ ദാലിക, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്. ഒരിക്കൽ പ്രവാചകൻ ഒരു ചെറുപ്പക്കാരനോട് വല്ലാത്ത ഇഷ്ടമുണ്ടായപ്പോ അവിടെ നിന്ന് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? ഞാൻ തരാൻ ചോദിക്കാൻ പറഞ്ഞു. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരെ ഒറ്റയടിക്ക് ചോദിച്ചു, നബിയെ, സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂട്ടുകാരനാകണം, എനിക്ക് വേറെ ഒന്നും വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പണം വേണോ, വീട് വേണോ, അധികാരം വേണോ, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കുക, എനിക്കൊന്നും വേണ്ട തമ്പുരാൻ നബിയെ. ഈ ദുനിയാവിൽ എനിക്കൊന്നും വേണ്ട, സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂട്ടുകാരനാകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാഷ്ട്രീയക്കാരനല്ല, പറഞ്ഞ വാക്ക് മാറ്റാൻ കൊടുക്കാന്ന് പറഞ്ഞതാ. കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞതാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ തരാം സ്വർഗം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? ലോകത്തിന്റെ നേതാവ് പറഞ്ഞു, ഞാൻ വാങ്ങിത്തരും സ്വർഗം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്വർഗം ഞാൻ വാങ്ങിത്തരും. എന്റെ കൂടെ നടക്കാൻ സ്വർഗത്തിൽ, എന്റെ കൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂടെ നടക്കാനുള്ള ഭാഗ്യം ഞാൻ വാങ്ങിത്തരാം. പക്ഷേ 5 നന്മകൾ മുത്തുനബി പഠിപ്പിച്ചു തരുന്നുണ്ട്. 5 നല്ല കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ 5 നല്ല കാര്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ജീവിതത്തിൽ ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു 5 നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലൂടെ നടക്കാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ 5 കാര്യവും പറയാന്ന് ഞാൻ വാക്കു പറയൂല. കാരണം 1 മണി വരെ സമയമില്ല. കറക്റ്റ് 10 മണിക്ക് വഅദ് നിർത്തണം. ഇപ്പൊ തന്നെ ഏകദേശം 8:30 കഴിഞ്ഞില്ലേ? ഇപ്പം 8:30 കഴിഞ്ഞു. അപ്പൊ ഇൻഷാ അല്ലാ എത്ര എണ്ണമാകുന്നു അത്ര എണ്ണം പറയും, ദുആ ചെയ്യും, പിരിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് മുത്തുനബിയെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആ ഷറഫാക്കപ്പെട്ട മുഖം ഒന്ന് കാണാൻ ആഗ്രഹമുള്ളവർക്കൊന്ന് കൈവക്കുക. കമ്മിറ്റിക്കാരാ, മൈക്ക് സെറ്റുകാരൻ വരെ പൊക്കി. അൽഹംദുലില്ലാ, ഇനി നമ്മളെ ഉള്ളു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മള് ഓരോ നബിദിനം വരുമ്പോഴും ഇങ്ങനെ അല്ലേ, 33 കൊല്ലം കൊണ്ട് ഞാൻ മുത്തുനബിയെ സ്നേഹിക്കാം. ഞാൻ വഅദ് പറയും, സ്വലാത്ത് പറയും, മദ്ഹ് പറയും, മൗലിദ് ഓതും, എല്ലാം ചെയ്യും. 33 കൊല്ലമായി എനിക്കിന്ന് വരെ കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ കാര്യം നിങ്ങൾ ചിന്തിക്കും.
33 വർഷം കൊണ്ട് എന്നോട് ആരെങ്കിലും മുത്തുനബി ആരാന്ന് വെച്ചാൽ ഞാൻ പറയും എൻ്റെ കരളിന്റെ കഷ്ടം. ഓ, എന്നാ പ്രയോഗം എന്നറിയോ? കരളിന്റെ കഷ്ടം എന്നാ പറയണേ. സ്നേഹമുണ്ടോന്ന് വെച്ചാൽ സ്നേഹമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മദീനത്ത് പോകണം റൗള ഷരീഫിന്റെ മുന്നിൽ. പക്ഷെ എനിക്ക് ഇന്ന് വരെ പറ്റിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ സ്നേഹത്തിൽ പോരായ്മയുണ്ടെന്ന. അള്ളാഹു തിരുത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ എന്നെക്കാലം പ്രായമുള്ളവർ നിങ്ങളുടെ മുന്നിലുണ്ട്. 35, 40, 45, 50, 60 കൊല്ലം കൊണ്ട് സ്നേഹിക്കണവരോട് ഇരിപ്പുണ്ട്. കാണാൻ പറ്റിയിട്ടുണ്ടോ? മനസ്സിലാക്കേണ്ടത് എന്തേ? നമ്മുടെ സ്നേഹത്തിൽ എന്തോ പോരായ്മയുണ്ട്. അള്ളാഹു തിരുത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ പിന്നെ കാണാൻ വല്ല എളുപ്പവഴിയുണ്ടോ നോക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു എളുപ്പവഴി ഞാൻ പറയാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് മുതൽ ഓതാൻ തുടങ്ങിക്കോ. അള്ളാഹുവെ നമുക്ക് കാണാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഓതാൻ തുടങ്ങിക്കോ. മദീനത്ത് കിടക്കണ മുത്തുനബി നിന്റെ ഈ നാട്ടിലെ ചെറിയ കൂരയ്ക്കകത്ത് ഇങ്ങോട്ട് കാണാൻ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരായത്ത് പറഞ്ഞിരട്ടെ. വേണോ വേണ്ടേ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ. വേണോന്ന് ആഗ്രഹമുള്ളവർക്കൊന്ന് കൈവയ്ക്ക്. ഇൻഷാ അല്ലാഹ് 10 മണി വരെ അവിടെ ഇരിക്കും. ആ ആയത്ത് ഏതാന്ന് കേൾക്കണമെങ്കിൽ 10 മണിക്ക് പിരിയുന്ന സമയത്ത് ഞാൻ ആയത്ത് പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ അപ്പോഴേ പറയത്തുള്ളൂ, ഇപ്പോഴൊന്നും പറയൂല. വേണ്ടവര് മാത്രം ഇരിക്കുക. എന്നിട്ടത് പഠിച്ചിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരും ഒന്ന് നേരെ ഇരിക്കും. ക്ഷീണം, വയ്യ, കയ്യും കാലൊക്കെ. എല്ലാവർക്കും ആരോഗ്യമൊന്നും ഇല്ല, ക്ഷീണമാണ്. പടച്ചോനെ, സ്വർഗത്തിൽ ഇരിക്കാൻ കിട്ടിയ അവസരമാണ്. ആ അവസരം പോലും മറന്നിട്ട് കാലും കയ്യും നീട്ടി ഈ പ്രസവവാദിന്റെ പെണ്ണിൽ പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ ഒരാൾക്കാരിയ്ക്കുക. വാപ്പ നേരെ ഇരിക്കുക. വാപ്പ നാളെ ഇവിടെ വാഴുന്നുണ്ട്. നാളെ ആരാ ഉസ്താദ്? അയ്യൂബ് ഖാൻ മൗലവി. ഉസ്താദ് വാഴ പറയുമ്പോ ഇവിടെ അങ്ങനെ ഖബറടക്കുവോ? ഉണ്ടോ? പള്ളിക്കാട്ടി കടന്ന് വാഴ കാക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് മരിക്കൂലേ? മരിക്കുവോ? വിശ്വാസമുണ്ടോ? ഉണ്ട്. പിന്നെന്താ ഒരു മടി? എന്തേ ഒരു മടി? ഇല്ല ഉസ്താദേ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴെന്താ ഇവിടെ ചങ്ങായിയുടെ പേരെന്താ? പോയി വീട്ടിലെ കാക്കയുടെ പേര് മുഹമ്മദ് ക. അദ്ദേഹത്തിന്റെ സഹോദരൻ ഇന്ന് രാവിലെ മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ മണ്ണർ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ സഹോദരൻ നമ്മൾ വിചാരിച്ചിരിക്കണത് ഇപ്പോഴൊന്നും മരിക്കൂല. എനിക്ക് ക്യാൻസറോ ട്യൂമറോ ഒന്നും ഇല്ലല്ലോ, മാരക രോഗമൊന്നും ഇല്ലല്ലോ, ആരോഗ്യത്തോടെ നടക്കല്ലേ, ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല, ഇനിയും ഒരുപാട് കാലം ജീവിക്കും. ഈ ഒരു തോന്നല നമുക്ക് അങ്ങോട്ട് നന്നാകാൻ പറ്റാത്തത്. എന്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഒരു തോന്നലുള്ളത് കണ്ടാ നമുക്ക് ആരാ പറഞ്ഞത്? സഹോദര, മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? മരണത്തിന് അടയാളമുണ്ടോ? 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. എത്ര അടയാളം? പിടങ്ങുമ്പോഴാ ചങ്ങാതി പറഞ്ഞു, ഉസ്താദെ എന്റെ കൂടപ്പുറപ്പിന് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ അപ്പോഴും പറഞ്ഞത് കൂടപ്പുറപ്പ് രക്ഷപ്പെട്ടു, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാനാ പറഞ്ഞേ. ഒരു കാരണം എന്തേ? മരിച്ചാൾ രക്ഷപ്പെട്ടു പോയി, നീ നിന്റെ കാര്യം നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിനേക്കാൾ കഫാബിൽ മൗതി വാഇല, മരണത്തിനേക്കാളും വലിയ ഒരു ഉപദേശം ലോകത്തില്ലാന്നാ. അതുകൊണ്ട് നിരന്നിരിക്കണ എല്ലാ കാക്കാമാരും വാപ്പാമാരും ചെറുപ്പക്കാരും ഉമ്മായും വാപ്പ എല്ലാരും കേട്ടോ, മരണത്തിന് 3 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ. വേണോ? ഈ മക്കളെ നിങ്ങളും ഉണ്ടായില്ല, നിങ്ങൾ ഒരുപാട് കാലം ജീവിക്കാനുള്ളവരാ. ഈ പുറകിലിരിക്കുന്നവർ പറ വേണോ? ഈ ചിരി അങ്ങ് മാറും കേട്ട് കഴിഞ്ഞാൽ. ഈ പറയുന്ന 3 അടയാളത്തിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഈ ചിരിയൊക്കെ മാറും. വേണോ വേണ്ടേ? ആലോചിച്ചിട്ട് പറ. വേണം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എല്ലാരും കേട്ടോ, 3 അടയാളം ഞാൻ പറഞ്ഞു തരാം. ഒരു നിബന്ധനയുണ്ട്, കടം വീട്ടാനുണ്ടെങ്കിൽ വീട്ടിക്കോണം. എല്ലാം ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഈ 3 അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ നീ കടം ഉണ്ടെങ്കിൽ വീട്ടണം. പൊരുത്തം ചോദിക്കണമെങ്കിൽ ചോദിച്ചോണം. മോനെ, ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ തീർത്തോണം. കഫൻ തുണി രാവിലെ ചാത്തന്നൂരിലെ കടയുള്ളൂ. ഇനി ചാത്തന്നൂർ കടയിൽ പോയിട്ട് പൊതിയാനുള്ള തുണി വാങ്ങിക്കോണം. എല്ലാവരും കഫൻ തുണി വാങ്ങണം. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കഫൻ തുണി വാങ്ങണം. പിന്നെ പറ്റുമെങ്കിൽ ഉസ്താദെ ഖബർ നേരത്തെ കുഴിച്ചിടുവോ?
കുഴിച്ചിട്ട് എത്ര എണ്ണം കുഴിച്ചിട്ടു? ഒരെണ്ണം പോരാ, ഇനി കുടിക്കേണ്ടി വരും. പറ്റുമെങ്കിൽ നാളെ പോയിട്ട് രാവിലെ പോയിട്ട് മക്കളെയും വിളിച്ചുകൊണ്ട് പോയിട്ട് മീനാട് പള്ളിയുടെ ഖബർസാനി പോയി നല്ല ഒരു സ്ഥലത്തൊരു ഖബർ കുഴിച്ചിട്ടോ. അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ, ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എഴുന്നേക്ക്, മരണത്തിന്റെ അടയാളം കേൾക്കാൻ പോവാം. എഴുന്നേക്ക്, നിന്ന് കേട്ടാ മതി, ആരോഗ്യം കിട്ട് ഉണ്ടാകട്ടെ. നാളെ ഇരിക്കാനുണ്ടെങ്കിലല്ലേ ഈ അടയാളം കിട്ട്. എഴുന്നേറ്റ് എല്ലാരും. എഴുന്നേക്കറോ എല്ലാരും വാപ്പ എഴുന്നേറ്റോ? വാപ്പ ആഫിയത്ത് ആരോഗ്യമൊക്കെ. നാളെ മുതൽ ഖബറി റെസ്റ്റ് എടുക്കാം എല്ലാത്തിനും. അള്ളാഹു നമ്മുടെ മണ്ണർ അള്ളാഹു മണിയറയാക്കി തരുമാറാകട്ടെ. തത്തമാരൊക്കെ റെഡിയല്ലേ? സഹോദരിമാരൊക്കെ ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ അടയാളം റെഡിയല്ലേ? റെഡിയല്ലേ? ഒന്നാമത്തെ അടയാളം ബയാദു ശഅരിക ബഅദ സവാദിഹി. തലയിലും താടിയിലും നോക്കിക്കോ. എല്ലാവരും തലയിലും താടിയിലും നോക്കിക്കോ. ഈ തലയിലെയും താടിയിലെയും കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഒടുക്കത്തെ പോക്കിന്റെ അടയാളമാ. ഒരുങ്ങിക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നാമത്തെ അടയാളം എന്താ? ഒന്നാമത്തെ അടയാളം എന്താ? നോക്ക്, നിന്റെ തലയിലും താടിയിലും നോക്ക്. ഒരു വെള്ള, ഒരു നര താടിയിലോ തലയിലോ കാണുന്നുണ്ടെങ്കിൽ ഒരുങ്ങിക്കോ. നാളെ നിന്നെ പള്ളിക്കുഴി കൊണ്ടുപോകും. സമയമായി. അള്ളാഹു നന്നാവാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനി നരയ്ക്കാൻ വല്ലതും ഉണ്ടോ? ഒരെണ്ണമല്ല ഉസ്താദെ, മൊത്തവും നരച്ചെടുക്ക. കറുത്തതുണ്ടോ എന്ന് തിരയേണ്ട കാലം. മുടി നരച്ചുപോയി. അല്ലാഹുവേ പടച്ചവനെ, വൈകുന്നേരമായി കഴിഞ്ഞ ഭാര്യ എടുത്ത് പറയും, ആമിന ഇതൊന്ന് പിഴുത് കളയടി, ഒരു വെള്ള കാണുന്നു, പിഴുത് കളയാ. വാപ്പ പെയിന്റ് അടിച്ചാലും പിഴുതാലും വെട്ടിയാലും മൈലാഞ്ചി ഇട്ടാലും അടയാളം തന്നെയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നല്ല മരണം അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് പുറകിരിക്കണം. ഉസ്താദന്മാരൊക്കെ നരച്ചിട്ടുണ്ടായിരിക്കില്ലേ? അവിടെ ഉണ്ട് ഉസ്താദ് എല്ലാവർക്കും. നമുക്ക് പിന്നെ പോകാൻ പേടിയൊന്നും ഇല്ലല്ലോ. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനമായില്ലേ? ഇരുന്നോ. ഒരെണ്ണം കേട്ടപ്പോ തന്നെ ഏകദേശത്തിൽ തീരുമാനമായി. ഒരേ ഒരു അടയാളം കേട്ടപ്പോ തന്നെ ഏകദേശം. ഇനി ബാക്കി രണ്ടെണ്ണം കൂടെ കേൾക്കാനുള്ള മനസ്സുണ്ടോ? വേണം. ഉസ്താദെ, എന്റെ അടുത്തിരിക്കുന്നവൻ ചിരിക്കുക, അവന്റെ മുടിയൊന്നും നരച്ചിട്ടില്ല, അടുത്തതൊന്ന് പറ. എടാ മക്കളെ, രണ്ടാമത്തെ അടയാളം എന്തെന്നറിയോ സഹോദരിമാരെ? നിത്യമായിട്ടുള്ള രോഗങ്ങൾ. ക്യാൻസർ ആണെന്നല്ല പറഞ്ഞത്, തലവേദനയാണെങ്കിലും തലവേദന തന്നെ, ഊരുവേദനയാണെങ്കിലും ഊരുവേദന തന്നെ. മോനെ, നിത്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു രോഗം, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും എന്തുമാകട്ടെ, അത് നിന്റെ അവസാന യാത്രയുടെ അടയാളമാണ്. അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. 3, പഴയ ആരോഗ്യം ആർക്കെങ്കിലും ഉണ്ടോ? പഴയ ആരോഗ്യമില്ല. പടച്ചവനെ, പള്ളികളിൽ നിന്ന് 2 സഫ്, അള്ളാടെ പള്ളിക്കകത്ത് 2 സഫ്, പള്ളിയുടെ ഏറ്റവും പുറകിലെ 2 സഫ് കസേരകളിക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്നു. 2 സഫ് പള്ളിയിൽ കസേര. കുനിയാൻ വയ്യ, ഒന്നിനും കുനിയാനും നൂരാനും വയ്യ. എന്റെ പ്രിയപ്പെട്ടവരെ, പഴയ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു, ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു, കൂനു വന്നു തുടങ്ങി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് മരണത്തിന്റെ അടയാളമാണ്. പള്ളിക്കകത്ത് കസേരയിലിരുന്ന നമസ്കാരം. ഏത് പള്ളിയും എല്ലാം കൂടെ എന്ന് തല്ലി ഒടിച്ച് കളയുന്നു, അന്നേ പള്ളിക്കകത്ത് സമാധാനം കിട്ടും. പള്ളിക്കകത്ത് കസേരയിലിരുന്ന് നിസ്കരിച്ചാൽ ശരിയാകുന്ന ആരാപ്പ പഠിപ്പിച്ചെന്ന്? ഏത് കിതാബിലാ പഠിച്ചിരിക്കണം നിങ്ങളൊക്കെ? എടാ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്നെന്ന് പറഞ്ഞാൽ കസേരയിലല്ല വാപ്പ, തറയില. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പള്ളിക്കകത്ത് ആരെങ്കിലും തറയിലിരുന്ന് നിസ്കരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ചെറിയൊരു വേദന ഉണ്ടെങ്കിലും കസേര. 2003 നോട്ടിട്ടിട്ട് ആ വാപ്പാനോടൊന്ന് എടുക്കാൻ പറ, അപ്പൊ കാണാൻ സുജൂദ് ചെയ്യുന്നത് എങ്ങനെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോ ഈ പറഞ്ഞ 3 അടയാളെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ ഒരുങ്ങിക്കോ. അള്ളാഹു നല്ല യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. വന്നില്ല എന്ന് പറഞ്ഞ് ചിരിക്കൊന്നും വേണ്ട. ഇത് വേണമെന്നൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ കൂടെ ഉണ്ട്. ഈ പറഞ്ഞ 3 അടയാളം വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. രാവിലെ ചിരിച്ചുകൊണ്ട് ബൈക്ക് എടുത്തിട്ട് പോയി എത്രയോ മക്കള് പള്ളിക്കാട്ടി കിടക്കുന്നുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള മരണത്തിന് തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 5 നന്മകളാണ് മുത്തുനബി പറഞ്ഞു തരുന്നത്. ഈ പറയുന്ന 5 നന്മകളിൽ ഏതെങ്കിലും ഒരെണ്ണം എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിലുണ്ടെങ്കിൽ നാളെ ആരാരും സഹായിക്കാനില്ലാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. ഇസ്രാഫീൽ എന്ന മലക്ക് 2ാമതും സൂറത്ത്
എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ നമ്മളെ എല്ലാവരെയും പടച്ചവനെ കുളിപ്പിച്ചു, നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി മനുഷ്യന്റെ കോലത്തിലാണ് കബറടക്കിയതെങ്കിലും നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിലൂതുമ്പോ അതാ പള്ളിപ്പറമ്പിൽ നിന്ന് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്നത് ഇങ്ങനെയല്ല, പല പല വ്യത്യസ്തമായ രൂപങ്ങളിലാണ്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ രൂപത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു വിടുന്നവർ, പടച്ചവനെ മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ജനങ്ങളതാ കടന്നു വരികയാണ്. പടച്ചവനെ വസ്ത്രമില്ലല്ലോ, ചെരുപ്പില്ലല്ലോ, എല്ലാവരും നഗ്നരായി പടച്ചവനെ നാളെ പടച്ചുറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയമുള്ള സഹോദരാ, എല്ലാവരും തലതാട്ടി പിടിച്ചിരിക്കുകയാണ്. അന്ന് കരയുകയാണ്, നിലവിളിക്കുകയാണ്, യാ വൈലതാ യാ ഖസ്റതാ. ജനങ്ങൾ കിടന്ന് നിലവിളിക്കുകയാണ്. അല്ലാഹുവേ, ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. 15 ലക്ഷം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂടുണ്ടല്ലോ, ഈ 9 മണി കഴിഞ്ഞ സമയത്ത് പോലും എനിക്കും നിങ്ങൾക്കും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അന്നാ അല്ലാഹു ആ സൂര്യനെ താഴേക്ക് ഇറക്കുകയാണ്. ഈ സിറാജിന്റെ തലയുടെ ഒരു ചാണ് മുകളില്, എന്റെയും നിങ്ങളുടെയും തലയുടെ തൊട്ടുമുകളിൽ അല്ലാഹുവിന്റെ സൂര്യൻ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാ. ചെറുപ്പക്കാരാ, ഉമ്മ വീട്ടില് ചോറ് വെക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, ആ ചോറിന്റെ കലത്തിൽ കിടന്ന് ചോറിങ്ങനെ തിളച്ച് മറിയുന്നത് കാണുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ കോടതിയിലുണ്ടല്ലോ, നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അതിങ്ങനെ തിളയ്ക്കുകയാണ്, അതിങ്ങനെ തിളയ്ക്കുകയാണ്. കലത്തിൽ നിന്ന് തിളച്ച താഴേക്ക് വീഴുന്നത് പോലെ നിന്റെ തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമുണ്ട്. അല്ലാ, ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂടാ. വൻദോഷ വണ്ടിയുമായി വരുന്നേ കാളാ, ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേളാ. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല അതങ്ങു ചെന്നാൽ കോള. പടച്ചവര്, ആ ഭയാനകമായ ദിവസമുണ്ടല്ലോ, ആ ഭയാനകമായ ദിവസം, ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസം, ജന്മം നൽകിയ വാപ്പയുണ്ടല്ലോ, നൊന്ത് പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളുണ്ടല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഒരാളും നിന്നെ കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് ചെന്നിട്ട്, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞല്ലോ നബിയേ, അങ്ങ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞല്ലോ നബിയേ, അങ്ങ് പഠിപ്പിച്ചു തന്ന നന്മകൾ ഞാൻ എന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചവനാണ് നബിയേ, അങ്ങ് പറഞ്ഞ നല്ല കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ ചെയ്തവരാ. അവൻ അങ്ങയുടെ കൂട്ടുകാരനാണല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരായി നാളെ പടച്ചറബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണോ. റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞ 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഫഅനി അലാ നഫ്സിക ബികസ്റതി സുജൂദ്.
അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാ, നാളെ സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരാരാ, നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ നടക്കുന്നതാരാ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, സുജൂദുകൾ അധികരിപ്പിക്കുന്നവരുണ്ടല്ലോ, സുജൂദുകൾ അധികരിപ്പിക്കുന്നവരുണ്ടല്ലോ. ഈ കാണുന്ന പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് എല്ലാ ദിവസം 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. ആ ബാങ്ക് വിളിക്കുമ്പോ ആരാണോ 5 വഖത്ത് നിസ്കരിക്കുന്നവര്, അവര് നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ നടക്കുന്ന 1ാമത്തെ വിഭാഗം 5 വഖത്ത് നിസ്കരിക്കുന്നവരാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നിസ്കരിക്കാത്തത് പാവമാണ്, പാവമല്ല എന്ന് കരുതുന്ന കാലമാണ്. നിസ്കാരം എന്നൊക്കെ പറയുന്നത് ഈ പള്ളിയിലെ ഉസ്താദന്മാർക്കും ഈ പ്രായം ചെന്ന വാപ്പമാർക്കും പറഞ്ഞിട്ടുള്ളതാ. നമുക്ക് വെള്ളിയാഴ്ച മാത്രം പോയാൽ മതി. അങ്ങനെ ചിലര് അവർക്ക് വെള്ളിയാഴ്ച ജുമയ്ക്ക് മാത്രം പോയാൽ മതി, അല്ലെങ്കിൽ പെരുന്നാളിന് പോയാൽ മതി, റമളാനിന്റെ അവസാനത്തെ 10 പോയാൽ മതി, അല്ലെങ്കിൽ കേവലം എന്തിനാ 5 വഖത്തൊക്കെ സമയം കിട്ടുമ്പോൾ വല്ലപ്പോഴും ഒന്ന് മഗ്രിബ് ഇശായൊക്കെ ഇങ്ങനെ നിസ്കരിച്ചാൽ മതി. അതൊരു പാവമായിട്ടെന്ന് കാണുന്നില്ല, അതൊക്കെ സിമ്പിൾ ആയിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാ ഉസ്താദ് എല്ലാരും നിസ്കാരത്തെ കുറിച്ച് പിന്നെ എന്തിനെ കുറിച്ചാ പറയണ്ടേ? നമസ്കാരത്തെ കുറിച്ചല്ലാതെ എന്തിനെ കുറിച്ചാ പറയണ്ടേ? എടാ നബി, നമസ്കാരത്തിന്റെ മഹത്വം അറിയണമെങ്കിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ ഉസ്താദന്മാരും നിസ്കാരം 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 വേറെ ഒരു വിഷയമില്ലല്ലോ, ചോദിക്കുമല്ലോ. പിന്നെ എന്തിനെ കുറിച്ചാ പറയണ്ടേ? എന്തെന്നറിയോ മോനെ? മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരിക്കാൻ കിടക്ക, സക്കറാത്തിന്റെ അവസ്ഥയിൽ മുത്തുനബിയുടെ റൂഹ് പിടിച്ചിട്ട് അവസാനം ആ റൂഹ് ഇങ്ങനെ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്. അള്ളാഹുവിന്റെ മുത്തുനബി എന്തോ വിളിച്ചു പറയുന്നുണ്ട്. ചെവി കൊണ്ട് ഇങ്ങനെ ചേർത്ത് വെച്ചപ്പോ ഹജ്ജിന് പോകണമെന്ന കാര്യമല്ല, സദക്ക കൊടുക്കുന്ന കാര്യമല്ല, പള്ളി കെട്ടുന്ന കാര്യമല്ല, ഭാര്യയും മക്കളെ നോക്കുന്ന കാര്യമല്ല, മാതാപിതാക്കളെ നോക്കുന്ന കാര്യമല്ല. മുത്തുനബി അപ്പോഴും പറഞ്ഞത്, സഹാബ നിസ്കാരത്തിന്റെ കാര്യം മറന്നു പോകല്ലേ. മരണത്തിന്റെ വേളയിൽ പോലും മുത്തുനബി ഓർമ്മപ്പെടുത്തിയത് 5 വഖത്ത് നിസ്കാരത്തെ കുറിച്ചായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരം അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന സ്വഹാബിയ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഈ സഹാബി പറയുകയാ, കാരണമില്ലാതെ അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ 1 വഖത്ത് നമസ്കാരം കളയാക്കിയാൽ അവൻ കാഫിറായി പോകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇട ഇന്നത്തെ ദിവസം ഈ സദസ്സിലിരിക്കണ ഞാൻ ഉൾപ്പെടെ നിങ്ങൾ നമ്മളിൽ ആരെങ്കിലും കാരണമില്ലാതെ 1 വഖത്ത് നിസ്കാരം ഇന്ന് കളയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ എത്ര മുസ്ലിമീങ്ങൾ കാണും? ആ കണക്കെടുത്ത എത്ര മുസ്ലിമീങ്ങൾ കാണും? സഹോദര, കാരണം എന്താ? നിസ്കരിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? താത്തമാര് വിചാരിച്ചിരിക്കുന്നത് മീൻ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുളിച്ചിട്ട് നിസ്കരിക്കാൻ പാടുള്ളൂ, അതാ ളുഹർ അസറിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ചിന്ത നമുക്ക് കാരണം. ഞാനൊരു ഉദാഹരണം ചോദിക്കാം. നമ്മുടെ വീടിന്റെ അകത്ത് നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ രോഗം പിടിച്ച് കിടക്കാം. അവർക്ക് ഒരാളുടെ സഹായമില്ലാതെ ഒന്നും പറ്റൂല. ക്യാൻസർ പിടിച്ച് കിടക്കുന്നവർ, ട്യൂമർ പിടിച്ച് കിടക്കുന്നവർ, കിഡ്നി തകർന്ന് കിടക്കുന്നവർ, ഒരു സൈഡ് തളർന്ന് കിടക്കുന്നവർ, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അങ്ങനെ രോഗം പിടിച്ച് കിടക്കണം നിന്റെ വാപ്പായ്ക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ലേ? നമ്മുടെ കാര്യം പോകട്ടെ. വീടിന്റെ അകത്ത് രോഗം പിടിച്ചു കിടക്കുന്ന, ഹോസ്പിറ്റലിനകത്ത് രോഗം പിടിച്ചു കിടക്കണ ഈ ആൾക്കാർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ലേ? എന്ത് നിന്റെ ദീൻ പഠിപ്പിക്കണത്? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരിക്കണം, ഇരുന്ന് നമസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കണം, കടന്ന് നിസ്കരിക്കണം. ഹനഫി, ഷാഫി മദ്ഹബുകൾ, ഇമാം മഹാന്മാർ, മഹത്തുക്കൾ, ഫിഖിന്റെ പണ്ഡിതന്മാർ അവിടെ നിന്ന് പറയുന്നു, കടന്ന് നിസ്കരിക്കാൻ പറ്റാത്ത മനുഷ്യൻ കൈകാലുകൾ അനക്കണം, കൈകാലുകൾ അനക്കണം. അതിനു പറ്റാത്തവൻ ഹൃദയം കൊണ്ട് നിസ്കരിക്കണം. മരിക്കാൻ കിടക്കുന്നവനും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
അപ്പം മരിക്കാൻ കിടക്കുന്നവന് നിസ്കാരം നിർബന്ധമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നിസ്സാരം, നമുക്ക് തലവേദന ഉണ്ടെങ്കിൽ പിന്നെ വല്ല, നമുക്ക് നടക്കാൻ വയ്യെങ്കിൽ ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ മഹത്വം എന്താണ്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഹജ്ജിന് പോയി. അവിടുന്ന് ഹജ്ജ് കഴിഞ്ഞു, വിടവാങ്ങലിന്റെ തവാഫ് നടത്തി. എന്നിട്ട് കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ശഹാദതൻ ഫീ സബീലിക വമൗതതൻ ഫീ ബലദി നബിക. ഈ ദുആ കേട്ടപ്പോൾ സ്വഹാബികൾ അത്ഭുതപ്പെടുകയാണ്. പടച്ചവനെ, എനിക്ക് ഷഹീദാകണം തമ്പുരാന്, എനിക്ക് ഷഹീദാകണം തമ്പുരാന്. എവിടെ കിടന്നു? മദീനത്ത് കിടന്നു. വമൗതതൻ ഫീ ബലദി നബിക, അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാട്ടിൽ കിടന്ന് എനിക്ക് ഷഹീദാകണം. പടച്ചവനെ, അത് വല്ലാത്ത ഒരു ദുആയായിരുന്നു. കാരണം അങ്ങനെ സംഭവിക്കാറില്ല. കാരണം മുത്തുനബിയുടെ നാട്ടിൽ യുദ്ധം നടക്കാറില്ല. എങ്ങനെയാ പടച്ചവര്? ഉമർ തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്തു. അവസാനം മദീനയിലേക്ക് കടന്നു വന്നു. വെള്ളിയാഴ്ച ജുമഅ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ജുമഅ നമസ്കാരത്തില് ഉമർ തങ്ങൾ അതാ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, ഉസീകും ബിതഖ്വല്ലാഹ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാ. എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, എനിക്ക് പോകാൻ സമയമായി, എന്റെ മരണമെടുത്തു, ഞാൻ പോവുകയാണ്. എനിക്കതാ അടയാളങ്ങൾ വന്നു തുടങ്ങി. വെള്ളിയാഴ്ച ജുമഅ പ്രഭാഷണത്തിൽ ഉമർ തങ്ങളെ യാത്ര പറഞ്ഞു. പിറ്റേ ദിവസം ശനിയാഴ്ച സുബഹിയുടെ അതാ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ചു. ഉമർ തങ്ങൾ പള്ളിയിൽ പോയി. അതാ ഇമാമത്ത് നിൽക്കുകയാണ്. തന്റെ പുറകെ നൂറുകണക്കിന് സ്വഹാബത്ത് പള്ളിയിൽ സുബഹി നമസ്കരിക്കുകയാണ്. ഉമർ തങ്ങൾ സൂറത്ത് യൂസുഫാണ് ബോധുന്നത്, സൂറത്ത് യൂസുഫാണ് ബോധുന്നത്. എല്ലാവരും അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂലുൽ എന്ന് പറയുന്ന ഒരു മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, വിഷം കടർത്തിയ കടാരയുമായി അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കടന്നു വന്നിട്ട് അതാ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാമായി നിൽക്കുന്ന ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് കത്തിയവിടന്ന് കുത്തിക്കേറ്റുകയാണ്. പടച്ചവനെ, വിഷം കടർത്തിയ കടാരയുണ്ടല്ലോ ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക്, ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടന്ന് കത്തി കുത്തിക്കേറ്റി. ഉമർ തങ്ങളതാ നിസ്കാരപ്പായിൽ നിന്ന് പിടയുകയാണ്. ഇവൻ ഇറങ്ങി പോകുമ്പോ നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരുപാട് സ്വഹാബത്തിനെ കുത്തിമലർത്തി. എന്നിട്ട് ഇവനെ ജീവനം കൊണ്ട് ഓടുകയാണ്. കണ്ണിന്റെ മുന്നിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന ഇമാമിനെ കുത്തിമലർത്തി. തന്റെ ചാരത്ത് നിൽക്കുന്ന സ്വഹാബികൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് പിടഞ്ഞു വീഴുമ്പോ ആ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരാള് പോലും അനങ്ങിയില്ല, ഒരാളും നിലവിളിച്ചില്ല, ഒരാളും ജീവനം കൊണ്ടോടിയില്ല. ആ നിന്ന നിൽപ്പ് എടാ ഇമാമിനെ കുത്തി മലർത്തിയപ്പോഴും അവര് മിണ്ടാതെ നിൽക്കുകയാ. കാരണം അവര് പേടിക്കാഞ്ഞതിന്റെ കാരണമെന്തോ, അവര് ജീവനം കൊണ്ടോടാഞ്ഞതിന്റെ കാരണമെന്തോ, അവര് നിൽക്കുന്നത് ആരുടെ മുന്നിലോ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അവര് കൈകെട്ടികെട്ട് പറഞ്ഞതെന്ത്? ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി. അവരൊരു പ്രതിജ്ഞ എടുത്തു, കൈകെട്ടികെട്ട് പറയുകയാണ്, അല്ലാഹുവേ, എന്റെ ജീവിതം നിനക്കാണല്ല, ജനനവും മരണവും ചലനവും എല്ലാം നിനക്കാണ് പടച്ചവര്. കൈകെട്ടികെട്ടവര് പടച്ച റബ്ബിനോട് കരാർ ചെയ്തിട്ട് നിൽക്കുകയാ. ഒരാളും ഓടിയില്ല, ഒരാളും പേടിച്ചില്ല. ഉമർ തങ്ങൾ കുത്തുകൊണ്ടിട്ട് പള്ളിയുടെ മിഹ്റാബിൽ നിസ്കാരപ്പായിലേക്ക് പിടഞ്ഞു വീഴുമ്പോ ഉമർ
ഉമർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സഹാബാ, ആരെങ്കിലും കേറിയിട്ട് ഇമാമത്ത് നിൽക്ക്, ആരെങ്കിലും കേറി നിൽക്കൂ. പടച്ചവനെ, ഉമർ തങ്ങൾ അവിടുന്ന് സൂചന കൊടുത്തു. അതാ തന്റെ പുറകിൽ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്വഹാബികളിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മുന്നിലേക്ക് കേറി നിന്നു. അല്ലാഹ്, ആ സഹാബിയുടെ കാലിന്റെ ചുവട്ടില് രണ്ടാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രക്തത്തിൽ കുളിച്ച് കിടന്ന് പിടയുകയാണ്. ചലിച്ചില്ലടാ ചെറുപ്പക്കാരാ. അവിടെ നിന്ന് നിസ്കരിച്ചു, നിസ്കാരം പൂർത്തീകരിച്ചു. ഉമർ തങ്ങൾ ബോധം കെട്ട് കിടക്കുകയാണ്, മരണത്തിന്റെ വേളയിൽ കിടക്കുകയാണ്. വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ലോ. എല്ലാവരും ഒരുമിച്ച് കൂടി ഉമർ തങ്ങളെ വിളിക്കുന്നു, ഉമർ തങ്ങളെ വിളിക്കുന്നു. എന്തെങ്കിലും ഒരു ഉപദേശം നൽകിയാലോ, മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നസീഹത്ത് നൽകിയാലോ. ഉമർ തങ്ങൾ എഴുന്നേക്കാതെ വന്നപ്പോ അതേ പള്ളിക്കകത്ത് വാപ്പ നിസ്കരിക്കുമ്പോ മകൻ പുറകിലുണ്ട്. വാപ്പയാണ് ഇമാമ്. ഉമർ തങ്ങളുടെ പൊന്നുമകന് പുറകിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ട്. പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് തനിക്ക് ജന്മം കൊടുത്ത പിതാവ് മരണപ്രാളത്തിൽ കിടന്ന് പിടയുമ്പോഴും പുറകിൽ നിന്ന് നമസ്കരിച്ചു. വാപ്പാനെ വിളിച്ചിട്ട് എഴുന്നേക്കാതെ വന്നപ്പോ ഉമർ തങ്ങളുടെ പൊന്നുമകൻ അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ, എന്റെ വാപ്പ എഴുന്നേക്കണോ, എന്റെ വാപ്പ എഴുന്നേക്കണോ. ഞാൻ പറയുന്ന ഒരു കാര്യം എന്റെ വാപ്പാടെ ചെവിയിൽ പറ സഹാബാ. പള്ളിക്കകത്ത് ഉമർ തങ്ങൾ ഇമാമത്തായി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരുത്തം പള്ളിക്കകത്ത് കത്തിയുമായിട്ട് കയറി വന്ന് ഇമാമിന്റെ വയറ്റി കുത്തി. ഇറങ്ങി പോകുമ്പോ ഒന്നാമത്തെ സഫി നിന്ന സഹാബാക്കളെ കുത്തി മലർത്തിയിട്ട് ഇറങ്ങി ഓടി. ഒരെണ്ണം അനങ്ങിയില്ല. നമ്മളാണെങ്കിൽ ആലേക്ക് അല്ലാടെ പള്ളിക്കകത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന കുത്തി മലർത്തിയിട്ട് ഒരാള് പോലും ആ വെച്ചിരുന്ന കാലനക്കയില്ല. കാരണം അവര് നിൽക്കുന്നത് അല്ലാടെ മണ്ണില. എങ്ങനെ അനക്കും? നമ്മളൊരു കൊതുക് പറന്നറിയും, ഒരു ഉറുമ്പ് കടിച്ചാൽ നമുക്കറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ഉമർ തങ്ങൾ പെടഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ, അല്ലാഹു അക്ബർ. സൂചന കൊടുത്തു, ആരെങ്കിലും കേറാൻ. പുറകെ നിൽക്കണ ആള് കയറി അങ്ങോട്ട് ഇമാമത്ത് നിന്നു. നിൽക്കുമ്പോഴും ആ സഹാബിയുടെ കാലിന്റെ ചുവട്ടിൽ ഒരു മനുഷ്യൻ കിടന്നിട്ട് മരണപ്രാളത്തിൽ പിടയാ. മിണ്ടാതെ നിന്ന് നിസ്കരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ബോധമില്ലാതെ കിടക്കുന്ന ഉമർ തങ്ങളെ വിളിച്ചിട്ട് എഴുന്നേക്കാതെ വന്നപ്പോ ആ വാപ്പാടെ മകൻ പുറകെ ഇരുന്നിട്ട് പറയാ, എന്റെ വാപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാൻ പറയണ കാര്യം ചെവി പറയാൻ, ഞാൻ പറയുന്ന കാര്യം എന്റെ വാപ്പാടെ ചെവി പറ. എന്താ മോനെ ചെയ്യണ്ടേ? എന്റെ വാപ്പാടെ ചെവി പറ, നിസ്കരിക്കാൻ സമയമായെന്ന്. നിസ്കരിക്കാൻ സമയമായെന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. സഹാബത്ത് ഉമർ തങ്ങളുടെ ചെവിയിൽ പറഞ്ഞു, ഉമറേ, നിസ്കരിക്കാൻ സമയമായി. ഞെട്ടി ഉണർന്നു ഉമർ തങ്ങള്. ആ മരണവേദനയിലും ഞെട്ടി ഉണർന്നു. ആദ്യം ചോദിച്ചത്, നിസ്കാരം പൂർത്തീകരിച്ചോ സഹാബ? മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. അതാടാ മോനെ നിസ്കാരം, അതാ നിസ്കാരം. എന്റെ പ്രിയപ്പെട്ടവന്, നിസ്കാരം എന്ന് പറഞ്ഞാൽ കളിക്കേണ്ട കാര്യമില്ല. ഈ നിസ്കാരം എന്ന് പറഞ്ഞ തമാശയല്ല മോനെ. സ്വർഗത്തിൽ പോകാൻ ഒരു വഖത്ത് നിസ്കരിച്ചാൽ മതി. നിസ്കാരം എന്ന് പറഞ്ഞാൽ കളിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ നിസ്കാരപ്പായിൽ നിന്ന് സലാം വീട്ടി. ഒരാൾ നിശാ നിസ്കരിച്ചല്ലോ. ഈ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് നീ പള്ളിയിൽ മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റപ്പോ ഒന്നീ നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ, അല്ലെങ്കിൽ നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അങ്ങോട്ട് തിരിയുമ്പോ ഒരു മലക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറയും, മനുഷ്യ, നീ സ്വർഗത്തിന്റെ അവകാശിയാ, നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ ഭാഗ്യവാനാ, നീ അള്ളാന്റെ അനുഗ്രഹം കിട്ടിയവനാ, നീ മരിച്ച പൊക്കോടാ, ഈ പോകണ വഴി മരിച്ച നിനക്ക് സ്വർഗം. പള്ളി നിറക്കി വിടും നിന്നെ. പള്ളിയിൽ നിന്ന് സ്വർഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് നിന്നെ പറഞ്ഞു വിടും. ആ പോണ വഴി മരിച്ച സ്വർഗം. എന്നാ പലരും നിസ്കാരം കഴിയുമ്പോ മലക്ക് പറയും, എടാ നശിച്ചവനെ, എടാ വൃത്തികെട്ടവനെ, കളഞ്ഞല്ലോടാ, നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്.
തൗബ ചെയ്യാതെ നാളെ സുബഹിക്ക് മുമ്പ് നീ മരിച്ചുപോയ, അടുത്ത വക്കത്തിന് മുമ്പ് നീ മരിച്ച നരകത്തിലാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കാരം എന്ന് പറഞ്ഞതാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയൊക്കെ വഴുതു പറഞ്ഞാലും ഒരു മാറ്റവുമില്ല. എത്ര വഴുതു പറഞ്ഞാലും നരകവും കബറും പരലോകവും മഹ്ശറയും എന്തൊക്കെ പറഞ്ഞാലും പടച്ചവനെ മാറ്റം വരുന്നില്ല, നന്നാകാൻ പറ്റുന്നില്ല. എന്തേ കാരണം? അതല്ലേ, ആരുടെ മൊബൈൽ എടുത്തു നോക്കിയാലും വഴുതു. ആണാകട്ടെ പെണ്ണാകട്ടെ യുവത്വമാകട്ടെ, ആര്. പണ്ടൊക്കെ സിനിമയും പാട്ടുകളൊക്കെയാ. പക്ഷെ ഇന്ന് ഏത് മൊബൈൽ എടുത്തു നോക്കിയാലും ഒരു മിനിറ്റെങ്കിലും ഉള്ള വഴുതു മൊബൈലിന്റെ അകത്തുണ്ട്. ഇന്ന് പലരും ഉറങ്ങുന്നത് വഴുതു കേട്ടിട്ടാ. പലരും ഉറങ്ങുന്ന ഹൃദയം നിങ്ങൾ ചിന്തിക്ക്. എടാ, സ്വന്തം വാപ്പ ക്യാൻസർ പിടിച്ച് കിടക്കുന്ന വാപ്പ എഴുന്നേറ്റിരുന്ന് കട്ടിലിരുന്ന് നിസ്കരിക്കുന്നത് മോൻ കാണും. അവന് ഒരു രോഗവും ഇല്ല എന്നാ നിസ്കരിക്കും. ഈ വാപ്പായിക്ക് ഒളിവെടുപ്പിച്ചു കൊടുക്കുന്നത് ആരാ? ഭാര്യ. രോഗം പിടിച്ചു കിടക്കുന്ന ഭർത്താവിന് ഒളിവെടുപ്പിച്ചു കൊടുക്കുന്നത് ഭാര്യ. എന്നിട്ട് ആ മനുഷ്യൻ കട്ടിലിരുന്ന് നിസ്കരിക്കുമ്പോ പെണ്ണുമ്പിള്ള താഴെ കിടന്ന് ഉറങ്ങാറുണ്ട്. നിങ്ങൾ ചിന്തിക്ക്, ഇതിനേക്കാൾ എന്താ വേണ്ടേ? ഈ പള്ളിയിലേക്ക് രോഗം പിടിച്ചു കിടക്കുന്ന വാപ്പമാര് വരെ നടക്കാൻ വയ്യ, വേച്ചു പോകും. ഈ റോഡിന്റെ സൈഡിൽ നിൽക്കും ചെറുപ്പക്കാരൻ. ആ രംഗം കണ്ടാൽ പോലും കാലില്ലാത്തവൻ, രണ്ടു കാലം തളർന്നവൻ, അല്ലാഹുവേ പടച്ചവനെ, കാഴ്ചയില്ലാത്തവർ, പ്രായം ചെന്നവർ, ഈ രംഗമൊക്കെ കണ്ടാലും ഇടം വികലാംഗം പോലും നിസ്കരിക്കുന്ന, ഒറ്റക്കാലി നിസ്കരിക്കണ്ടാ പോലും നമുക്ക് തോന്നാറുണ്ട് നിസ്കരിക്കാൻ പലർക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ അതിന്റെ കാരണം? നന്നാവാൻ പറ്റാത്തത് എന്തേ? ചോദിക്കുമല്ലോ, എന്തേ ഉസ്താദ് ഇങ്ങനെ ആയെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. എത്ര നന്മ കേട്ടാലും നന്നാകാൻ കഴിയാത്തതിന്റെ കാരണം ഞാനൊരു ചരിത്രം പറയാം. മഹാനായ ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ പറയുകയാ. ഈ ചരിത്രം ഖുർആൻ പറഞ്ഞത് ചിന്തിക്കാനല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചിന്തിക്കാത്തതെന്തേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രമാണ് ഞാൻ നിങ്ങൾക്കൊരു പാഠമായി പറഞ്ഞു തരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരങ്ങള്, നീ നന്നാകാൻ കഴിയാത്തതെന്ത്? നിന്റെ ഹൃദയത്തിലേക്ക് നന്മ ഇറങ്ങാത്തതിന്റെ കാരണമെന്ത്? അതാ 1400 വർഷങ്ങൾക്ക് മുമ്പ് അതാ ഒരു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, മദീനയിലൂടെ ഓടി നടക്കുകയാണ് നിലവിളിച്ചുകൊണ്ട്. അതാ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് നിലവിളിച്ചുകൊണ്ട് മദീനയിലൂടെ നടക്കുകയാണ്. എന്തേ വിളിച്ചു ചോദിക്കുന്നത്? അവിടെ നിന്ന് പറയുകയാണ്, അതാ ഇമാം റാസി തങ്ങൾ പറയുന്നു, ദല്ലൂനി അലാ മുഹമ്മദ്. ആരാണ് മുത്തുനബി? ആരാണ്? ആരെങ്കിലും എനിക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ ഒന്ന് കാണിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂലിനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് മദീനയിലൂടെ നിലവിളിച്ചുകൊണ്ട് ഒരു പെണ്ണിങ്ങനെ നടക്കുകയാണ്. സ്വഹാബികൾ കാണിച്ചു കൊടുത്തു. പെണ്ണ് ആയിരിക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ, ലോകത്തിന്റെ നേതാവിനെ കാണിച്ചു കൊടുക്കുമ്പോ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, കച്ചവടത്തിന് പോയാ വർഷങ്ങൾ കഴിഞ്ഞേ തിരിച്ചു വരാറുള്ളൂ, പോയാൽ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. അങ്ങനെ എന്റെ ഭർത്താവ് ജോലിക്ക് പോയപ്പോ ഇന്നി സനൈതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അവിടെ നിന്ന് വ്യഭിചരിച്ചു നബിയേ. ഒരു അന്യ പുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു. ഞാൻ അവിടെ നിന്ന് വ്യഭിചരിച്ചു. ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി. എന്റെ കുഞ്ഞിനെ കൊന്നില്ല. എന്റെ വയറ്റിൽ ഞാൻ ചുമന്നുകൊണ്ട് നടന്നു. ഒരാളും അറിഞ്ഞില്ല, ഒരാളോടും പറഞ്ഞില്ല. ആരും കാണാതെ 9.5 മാസക്കാലം തന്റെ വയറിന്റെ അകത്ത് ചുമന്നുകൊണ്ട് നടന്നു. അവസാനം 9.5 മാസം കഴിഞ്ഞപ്പോ അവിടെ നിന്ന് പ്രസവിക്കുകയാ. ആ പെണ്ണവിടെ നിന്ന് ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. അവിടെ നിന്നൊരു കുഞ്ഞിനെ നൊന്ത് പ്രസവിക്കുകയാണ്. റബ്ബേ, പ്രസവം കഴിഞ്ഞു. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ്, എന്റെ കുഞ്ഞിന്റെ കഴുത്തു ഞെരിച്ചു കൊന്നുകളഞ്ഞു നബിയേ.
അവിടുന്ന് തന്റെ ചോരക്കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാ. എന്നിട്ട് എന്തേ ചെയ്തത്? ഈ പെണ്ണിന്റെ ജോലി എന്തെന്നറിയുമോ? സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാട്. സുറുക്ക കച്ചവടം നടത്തുന്ന പെണ്ണ് ഇന്നൊക്കെ വാറ്റുചാരായം ഉണ്ടാക്കുമല്ലോ, ലഹരി വസ്തുക്കൾ ഉണ്ടാക്കുമല്ലോ, പഴവർഗ്ഗങ്ങൾ കുഴിച്ചിട്ട് അത് ലഹരി വസ്തുവാക്കുമല്ലോ. പടച്ചവനെ, സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാ. ആ പെണ്ണ് ചെയ്തതെന്തെന്നറിയുമോ? ആ കുഞ്ഞിന്റെ മയ്യത്തെടുത്തിട്ട് ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ ഒരു സുറുക്കയുടെ കുപ്പിക്കകത്ത് വെച്ച് അടച്ചു വെക്കുകയാണ്. തന്റെ കുഞ്ഞിന്റെ മയ്യത്ത് അതാ സുറുക്ക പാത്രത്തിന്റെ അകത്തിട്ട് അടച്ചു വെച്ചു. അല്ലാ, അതിനകത്ത് കിടന്ന് അഴുകുകയാ. കുഞ്ഞിന്റെ കണ്ണുണ്ടല്ലോ, കുഞ്ഞിന്റെ ചുണ്ട് ചേർന്ന് കഴിഞ്ഞപ്പോ ഞാനത് ജനങ്ങൾക്ക് വിറ്റു നബിയേ, കുടിക്കാ കൊടുത്തു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുമ്പോ മുത്തുനബിയുടെ കൺതടങ്ങളെ നിറഞ്ഞ് ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. പ്രവാചകന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. എന്തൊരു പാപമാ അല്ലാഹ്, എന്തൊരു പാപമാ അല്ലാഹ്. വിവാഹം കഴിഞ്ഞ പെണ്ണ് വ്യഭിചരിച്ച എറിഞ്ഞു കൊല്ലണം. പടച്ചവനെ, കൊലയ്ക്ക് പകരം കൊലയാണ്. കച്ചവടത്തിലെ കൃത്രിമം കാണിക്കുന്നത് വലിയ പാപമാണ്. 3 കൊടുംപാപം ചെയ്തവളാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് ഏറ്റുപറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, പെണ്ണ്, നിന്റെ ഹൃദയം ഇത്ര കരിങ്കല്ലാകാൻ, നിന്റെ ഹൃദയം ഇങ്ങനെ ആകാനുള്ള കാരണം എന്തെന്നറിയുമോ? നീ ഇങ്ങനെ ആകാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് ചോദിക്കുകയാ, ഫഇന്നി അറാ അന്നക തറക്തി സ്വലാത്തൽ അസ്രി. മുത്തുനബി ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയാ, നബിയേ, ഞാൻ എന്റെ ഭർത്താവ് പോയ കൊല്ലങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. കച്ചവടത്തിന് പോയപ്പോ ഞാനൊരു ചെറുപ്പക്കാരനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു. ഞാൻ ഗർഭിണിയായി, ആരോടും പറഞ്ഞില്ല, മറച്ചു വെച്ചു. ആരും അറിയാതെ ഞാൻ ചുമന്നുകൊണ്ട് നടന്നു. അവസാനം ആ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു, ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അങ്ങ് കൊന്നു. ആ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊന്നിട്ട് ഏറ്റവും വീര്യം കൂടിയ ഒരു സുറുക്കയുടെ കുപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചു മാസങ്ങളോളം. അവസാനം അതിൻ്റെ ഇറച്ചിയും എല്ലുകളും എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞപ്പോ ഞാൻ അതെടുത്ത് ജനങ്ങൾക്ക് വിറ്റു. ഞാനത് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു, പൈസയ്ക്ക് വിറ്റുകളഞ്ഞു നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണെ, നീ ഇങ്ങനെ ആകാനുള്ള കാരണം എന്തെന്നറിയോ? ഇത്രയും കാരുണ്യം നിന്റെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫഇന്നി അറാ അന്നക തറക്തി സ്വലാത്തൽ അസ്രി. നീ അസ്ർ നിസ്കരിക്കാത്ത പെണ്ണല്ലേ? നീ അസ്ർ നിസ്കാരം ഉപേക്ഷിക്കുന്ന പെണ്ണല്ലേ? ഒറ്റ ചോദ്യം, അസ്ർ നമസ്കാരം ഉപേക്ഷിക്കുന്ന പെണ്ണല്ലേ? മോനെ, അസ്ർ നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ഹൃദയം കഠിനമായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, നബി മുഹമ്മദ് മുസ്തഫ. 18 കൊല്ലം അല്ലാഹുവേ, സ്വന്തം വാപ്പയും ഉമ്മയും കോടതിയുടെ വരാന്തയിൽ, പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ കിടന്ന് ജന്മം കൊടുത്ത മകളുടെ കാലി പിടിച്ചിട്ട് തെണ്ടിയ മോളെ പോകല്ലെന്ന് പറയുമ്പോഴേ ഇറങ്ങിപ്പോകുന്നത് എന്തുകൊണ്ട്? സ്വന്തം ഉമ്മാനെയും വാപ്പാനെയും കൊല്ലാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ യുവതലമുറ തയ്യാറാകാനുള്ള കാരണം ചിന്തിച്ചു നോക്ക്. സ്കൂള് വിട്ട് വീട്ടിൽ വരുമ്പോ നീ അസ്ർ നമസ്കരിപ്പിക്കാറുണ്ടോ? സ്കൂള് വിട്ട് വീട്ടിൽ വരുമ്പോ നിനക്ക് ട്യൂഷൻ, എന്ത് അസ്ർ എന്ത് മഗ്രിബ്, എന്ത് അസ്ർ എന്ത് മഗ്രിബ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഒരു വഖത്ത് കേവലം ഒരു അസ്ർ നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഈ 5 വഖത്ത് നിസ്കരിക്കാതെ നടക്കുന്നവന്റെ ഒക്കെ ഗതി എന്തായിരിക്കും? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ,
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നിസ്കാരം എന്തുവാ? പള്ളിയിൽ പോയിട്ട് എക്സസൈസ് ഇല്ലേ? എന്തുവാ തലകുത്തി മരണേ? ഇതിനകത്ത് എന്ത് കാര്യമായിരിക്കാം? ചോദിക്കുമല്ലോ, എന്തിനാ 5 നേരം പള്ളിയിൽ പോയിട്ട് ഇതൊക്കെ കാണിക്കണേ? എന്താ ഇതിന് ഇത്ര പ്രത്യേകത? പ്രത്യേകത ഉണ്ടടാ സഹോദര. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നിസ്കാരമാണ്. സഹോദര, സാമ്പത്തികമായിട്ട് തകർന്നു, കച്ചവടമില്ല. കച്ചവടം ഉണ്ടോ? തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല. എന്റെ വില ഉസ്താദെ 1 കിലോ സവാളയ്ക്ക് 160. എത്ര വില? 160, 170, 200 ആകട്ടെ, 200 ആകട്ടെ. കിട്ടാ കനിയാകണം ഇതൊക്കെ. എന്റെ പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യമായി വീടുകളിലൊന്നും തിന്നാൻ ഭക്ഷണമില്ല. നേരത്തെയൊക്കെ ചുട്ടതും കരിച്ചതും പറത്തിയതൊക്കെ ആയിരുന്നു. മന്തിയെ ഇതിനകത്തുള്ളൂ. ചമ്മന്തിയും ചോറൊക്കെ ഇപ്പൊ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം എല്ലാത്തിന്റെ വീട്ടില് ഞെരുക്കമായി, ദാരിദ്ര്യമായി. എന്തേ കാരണം? എന്റെ ചിന്തിക്കാത്ത ഞാൻ ചോദിക്കുന്ന, നിരന്നിരിക്കുന്ന വാപ്പ, നിന്റെ വീടിന്റെ അകത്ത് മട്ടനും മന്തിയും എന്തൊക്കെയായിരുന്നു? ഇപ്പൊ എന്താ ഇല്ലാതെ പോയത്? എന്റെ തിന്നാൻ ഇന്ന് കിട്ടാതെ പോയത്? നിന്റെ കടയിൽ നല്ല കച്ചവടം ഉണ്ടായിരുന്നല്ലോ, ഇന്ന് കൂടെ ജോലി ചെയ്യുന്നവര് ശമ്പളം കൊടുക്കാനില്ലാത്തതിന്റെ കാരണം എന്തേ കാരണം? ചോദിച്ചാ പറയുന്നൊരു മറുപടി ഞാൻ പറയട്ടെ. ഉസ്താദേ, കേന്ദ്ര സർക്കാരിന്റെ ഭരണം. കേന്ദ്ര സർക്കാരിന്റെ ഭരണം, GST, നോട്ട് നിരോധനം, വെള്ളപ്പൊക്കം, ഇതൊക്കെ ഞങ്ങളെ ബാധിച്ചു ഉസ്താദേ. നിന്നെ തല്ലണോ കൊല്ലണോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് സ്ഥലം മീനാടില്ല. എന്റെ സ്ഥലപ്പേര് മീനാട് കിടക്കണം. നിന്റെ വീടിന്റെ അകത്ത് തിന്നാൻ ചോറും കറിയില്ലാത്തതിന്റെ കാരണം ആര്? കേന്ദ്ര സർക്കാർ. നിന്നെ തല്ലണ്ടേ? ചിന്തിക്ക് സഹോദര. എടാ, നിനക്കും പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാൻ കിട്ടിയില്ലെങ്കിൽ അതിന്റെ കാരണം നിന്റെ കയ്യിലിരിപ്പ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ ഉള്ളത് പറയുമ്പോൾ അങ്ങോട്ട് പിടിക്കൂല. ഞാൻ ഉള്ളത് പറയും, നിങ്ങൾ തല്ലിക്കോ. എടാ, നിന്റെ വീടിന്റെ അകത്ത് തിന്നാൻ ഭക്ഷണമില്ലെങ്കിൽ, ദാരിദ്ര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീ വലിച്ചു വെച്ചതല്ല. അത് ലോകത്ത് വേറെ ആരും തന്നതല്ല. അത് നീ വലിച്ചു വെച്ചതാ. എടാ, അള്ളാടെ പള്ളി ജോലി ചെയ്യുന്ന ഉസ്താദന്മാർ, ഈ ഉസ്താദിന് 100 രൂപയാ ഒരു ദിവസം ശമ്പളം കിട്ടുന്നതെങ്കിൽ നിനക്ക് 1000 കിട്ടുന്നു, 500 കിട്ടുന്നു. എന്താ തികയാത്ത? ഉസ്താദും വീട്ടിൽ പോണ്ട്. ഉസ്താദിനും പെണ്ണും പിള്ളയും ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. ഉസ്താദ് നേരെ പരയിലേക്കിടയിൽ ചെന്നിട്ട് ഫാത്തിഹ ഓതിയ അരി കൊടുക്കത്തില്ല. എന്നും കൊടുക്കോ? ഉസ്താദ് ഫാത്തിഹ ഓതിയ അരി കിട്ടുവോ? പച്ചക്കറി കിട്ടുവോ? മീൻ കിട്ടുവോ? പാല് കിട്ടുവോ? എടാ, ഉസ്താദും ഇതൊക്കെ കഴിക്കാറുണ്ട്. ഉസ്താദിന്റെ മക്കളും നല്ല സ്കൂളിലാ പഠിക്കണേ. ഉസ്താദിന്റെ മക്കളും ട്യൂഷന് പോകുന്നുണ്ട്. ഉസ്താദിന്റെ മക്കളെ ഇലയെല്ലാം എടുത്തോണ്ട് നടക്കണം. പെണ്ണുപിള്ളയ്ക്കും മക്കൾക്കും നല്ല വസ്ത്രമാ വാങ്ങിക്കൊടു കൊടുക്കുക. ഉസ്താദിനും കരണ്ട് ബില്ലടയ്ക്കണം. ഉസ്താദിനും എല്ലാം അടയ്ക്കണം. എന്നിട്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം 100 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഉസ്താദ്, അല്ലാഹുവേ പടച്ചവനെ, തന്റെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണവും താമസവും എല്ലാം ചെയ്തു കൊടുത്തിട്ടും ഉസ്താദിന്റെ കയ്യിൽ ബാക്കിയാ ബേഗിക്കൊണ്ടിതാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് 10,000 രൂപ വാങ്ങുന്ന ഇവിടുത്തെ ഉസ്താദന്മാർക്കൊക്കെ നല്ല ശമ്പളം ഉണ്ടാകും കേട്ടോ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, കേവലം ഒരു ദിവസം 100 രൂപ കിട്ടുന്ന ഉസ്താദ്, അല്ലാഹുവേ പടച്ചവനെ, ഒരു മാസത്തെ സർവ്വ ചെലവുകളും കഴിഞ്ഞിട്ട് ബാക്കിയാ. നിനക്ക് എത്രണ്ട്? 25,000. 30 ദിവസം 1000 രൂപ വെച്ചാ 30,000 രൂപ. എന്നിട്ടും പെണ്ണുമ്പിള്ള പറയാ, കടവായിക്ക. എന്തുകൊണ്ട്? സ്വന്തം പെണ്ണുമ്പിള്ളയ്ക്കും മക്കൾക്ക് നല്ലൊരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമ്പോഴും എന്ന് ഇറച്ചി വേണ്ട, ഇന്ന് സാമ്പാർ മതി, ചമ്മന്തി മതി. എന്തേ കാരണം? പഠിക്ക്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ സഹോദര, ലോകത്ത് ആരുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടെങ്കിലും ഒരു വീടിന്റെ അകത്ത് അല്ലാഹു പട്ടിണി കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. എടാ, ഈ നാട്ടിലെ ഒരു വീടിന്റെ അകത്ത് ഒരു കാലത്തും അല്ലാഹു പട്ടിണി കൊടുക്കൂല. അതിന് ഇവനല്ല, ദജ്ജാൽ എന്ന് പറയുന്ന ഒരുത്തം വരാനുണ്ട്. അവൻ രാജ്യം ഭരിച്ചാലും. ലോകത്തിനിടെ അംബാനിയുടെ വീടിന്റെ അകത്ത് തിന്നാൻ ഭക്ഷണം ഇല്ലെങ്കിലും ഈ നാട്ടിലെ ഒരു വീടിന്റെ അകത്ത് അല്ലാഹു മരിക്കുന്ന കാലം വരെ ഭക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മുന്നിലും നീ പിരിവിന് പോകണ്ട. ഒരു പണക്കാരന്റെ വീട്ടിലും നീ പിരിവിന് പോകണ്ട. ഒരു സംഘടനകൾക്കും അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കണ്ട. മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം തരും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. വേണോ? അല്ലാഹു പറഞ്ഞു, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി.
അള്ളാഹു പറയുന്നു, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ തന്നെ തരും ഭക്ഷണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. നീ വേണമെങ്കിൽ പൊക്ക്, എനിക്ക് നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് കൈപൊക്കാൻ മടി. നീ വേണമെങ്കിൽ പൊക്കടാ അപ്പാ, നിനക്ക് വേണമെങ്കിൽ പൊക്ക്. നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാ ഭക്ഷണം ഇല്ലെങ്കിൽ എനിക്കെന്താ? എന്റെ പെണ്ണും പിള്ളേ മക്കളുടെ കാര്യം ഞാൻ നോക്കിയാൽ മതിയല്ലോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചിലർക്ക് കൈപൊക്കാൻ മടി. ഞാൻ എന്തേ രാത്രി തലകുത്തിക്കാൻ പറഞ്ഞു? മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും. ഒരു കാര്യം ചെയ്യാനുള്ള മനസ്സൊന്ന് നോക്കുമ്പോ അതിനും കൈകെട്ടിയിരിക്കുക. ഇരിക്കേണ്ടവരിക്കട്ടെ, നമുക്കെന്ത്? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് വേണോ എന്ന് കൈവക്കിക്കേ. മരിക്കണ കാലം വരെ റബ്ബ് തരും. ഇപ്പൊ പൊക്ക അറിയല്ലേ, പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് തെണ്ടാൻ വയ്യ. അതന്നെ അൽഹംദുലില്ലാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനല്ല പറഞ്ഞേ, അള്ളയാ പറഞ്ഞേ. വീട്ടിൽ പോണം, അലമാരിക്കകത്ത് വെച്ചിരിക്കുന്ന ഖുർആൻ ഒന്ന് എടുക്കണം. 114 അധ്യായങ്ങൾ. പെണ്ണുങ്ങൾ ഉറങ്ങാണെങ്കിൽ കേട്ടോ, പെണ്ണുങ്ങളൊക്കെ കേട്ടോ. ഇതൊക്കെ എല്ലാത്തിനും ഇന്നത്തോടു കൂടി ഒരു തീരുമാനമാകണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുക്കണം. 114 സൂറത്ത്. ആ 114 സൂറത്തിൽ സൂറത്തു ത്വാഹ എന്ന് പറയുന്നൊരു സൂറത്തുണ്ട്. അതിന്റെ അവസാന പേജ് എടുക്കണം. അള്ളാഹു പറയുകയാണ്, അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമേ, ഉപ്പമാരെ, ഉമ്മമാരെ, അല്ലാഹുവാണ് പറയുന്നത്. സിറാജല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നിനക്ക് വിശ്വാസമുണ്ടല്ലോ. ഈ ആയത്തെടുത്തിട്ടതിന്റെ അർത്ഥം വായിച്ചു നോക്ക്. അല്ലാഹ് പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക. അല്ലാഹു പറയുകയാണ്, ഞാൻ പറയുന്ന ഒരു കാര്യം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ചെയ്താ മരിക്കുന്ന കാലം വരെ നിനക്ക് അല്ലാഹു ഭക്ഷണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്ത മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. ലാ നസ്അലുക റിസ്ഖ, നീയല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഞാനാ. അല്ലാഹ് പറയാ, എടാ ഞാനാ റാസിഖ്, ഞാനാ ഭക്ഷണം തരുന്നവൻ, നീയല്ല, ഞാനാ തരുന്നത്, ഞാൻ തന്നെ തരും മരിക്കുന്ന കാലം വരെ. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്തൂടെ ഇൻഷാ അല്ലാഹ് പറ, ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹുവേ, ആരെല്ലാം ഇവിടെ ഇരുന്നു കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നു, മരിക്കുന്ന സമയം ഈ പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് പറയാ കേട്ടോ, തലകുത്തിരിക്കണ്ട, രാവും പകലും പറന്നു നടക്കണ്ട. അല്ലാഹ് പറയുകയാ, അല്ലാഹുടെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ പെണ്ണും പിള്ളയും മക്കളും നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ റബ്ബ് ഭക്ഷണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? നിസ്കരിക്കാറുണ്ടോ? നിങ്ങളൊക്കെ നിസ്കരിക്കുന്ന നല്ലവര്, നിങ്ങളൊക്കെ നല്ല ആൾക്കാർ, നിങ്ങൾ നിസ്കരിക്കും. പക്ഷെ പെണ്ണും പിള്ള മക്കള് ചിന്തിക്കുക. എന്തേ അവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ലേ? ഞാൻ ചോദിക്കാതാ. മദ്രസയിൽ പഠിക്കുന്നുണ്ട്, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണോടാ മക്കളെ? എന്ത് ചെയ്യണം? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവക്കിക്കും. അള്ളാഹു ചങ്ങാതിക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഒരാൾ ചിന്തിക്ക്, ഈ കൈപൊക്കാത്തവരുടെയൊക്കെ മക്കള് 5 നേരവും ജമാഅത്തായി നിസ്കരിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കാൻ. ഞാൻ മലക്കല്ല, നിങ്ങളെ പോലെ ചോറ് തിന്നുന്നൊരു മനുഷ്യനാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചിന്തിച്ചു നോക്ക് സഹോദര, നിനക്ക് ഭക്ഷണം വേണം മരിക്കണ കാലം.
ഇല്ലേ? എന്റെ സഹോദര, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എടാ, ഈ പള്ളിയുടെ പരിസരത്ത് എത്ര കൊട്ടാരം പോലെ വീടിന്റെ അകത്ത് ഇങ്ങനെ കട്ടൻ പീടിയും വലിച്ചിട്ടിരുന്നപ്പോ വീടിനകത്ത് എന്തൊക്കെ തിന്നാന്, എന്താ പടച്ചവനെ, എന്തെല്ലാം വെറൈറ്റി സാധനങ്ങൾ ദുബൈയിൽ നിന്നും സൗദിയിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവരും. കാരണം എന്താ, അത്രയ്ക്കുണ്ട്. പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്നു, പോകൂല. എടാ, വെറുതെ ഇരുന്നാലും പോകൂല. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ വീടിനകത്തുണ്ടോ? ഇല്ല. ഒന്നും അല്ല തരത്തില്ല നിനക്ക്. കാരണം എന്തെന്നറിയോ? ലൈൻ ശക്കർത്തും ലഅസീദന്നകും വലൈൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. അല്ലാഹ്ക്ക് തരാനും അറിയാം, നിന്നെ പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തി തെണ്ടിപ്പിക്കാനും അല്ലാഹ്നറിയാം. അല്ലാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ്ക്ക് രണ്ടും അറിയാം. നിനക്ക് വീട് തരാനും, നിനക്ക് പണം തരാനും, നിനക്ക് ആരോഗ്യം തരാനും എല്ലാം അല്ലാഹ്ക്ക് അറിയാം. പക്ഷെ നീ നന്ദിയേട് കാണിച്ചാലേ നിന്റെ വീടും പറമ്പും സ്വർണവും സർവ്വതും വിറ്റിട്ട് നിന്റെ പെണ്ണും പിള്ളയും മക്കളും പള്ളിയുടെ മുന്നിൽ പോയിരിക്കും. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത പറഞ്ഞു. കേട്ടോ, 5 വഖത്ത് നിസ്കാരത്തിന് 5 പ്രതിഫലം ഞാൻ നിർത്തുകയാണ്. 5 വഖത്ത് നിസ്കാരത്തിന് 5 പ്രതിഫലം. ഒന്നാമത്തെ പ്രതിഫലം, മരിക്കുന്ന കാലം വരെ പടച്ചവൻ ഭക്ഷണം തരും, വേണമെങ്കിൽ നിസ്കരിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 നല്ല മരണം ആർക്കെങ്കിലും വേണോ? കൈപൊക്കൈ. ഉറങ്ങാതിരിക്കാൻ ഈ പൊക്കിക്കണ എക്സസൈസ്. നല്ല മരണം വേണോ? വെള്ളിയാഴ്ച രാവിലെ മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പൈസ കൊടുത്താൽ കിട്ടുമോ? ഉസ്താദെ, വീടിന്റെ പ്രമാണം പള്ളിയുടെ ഖത്തീബിനെ ഏൽപ്പിച്ചിട്ട് എനിക്ക് നാളെ ജുമായ്ക്ക് 2ാമത്തെ റക്അത്തിൽ സുജൂദി കിടക്കുമ്പോ എനിക്ക് മരിക്കണം. പറ്റുവോ? അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഒരു ലെറ്റർ എഴുതി കൊടുത്താൽ കിട്ടും, അസ്രായേൽ അയച്ചാൽ കിട്ടുമോ? കിട്ടൂല. അല്ലാഹ് പറയുകയാ, എനിക്ക് പൈസ ഒന്നും വേണ്ട, ഞാൻ തരാം നല്ല മരണം. ആർക്ക് വേണം? ചിലരൊക്കെ പറയാറുണ്ട്, ഉസ്താദെ, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ. എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ, റമളാൻ 17-ന് 27-ന്. ചില താത്താമാര് പറയണേക്കണം, ഉസ്താദേ, എന്റെ ഉമ്മയുടെ വായിക്കകത്ത് ഞാൻ സംസം വെള്ളം ഒഴിച്ചു കൊടുത്തു, എന്റെ ഉമ്മ എന്റെ മുഖത്ത് നോക്കി ചിരിച്ചു, സംസം വെള്ളം കുടിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞിട്ടാ മരിച്ചേ. ഈ പറയണേട്ട വിചാരിക്കും ആ താത്തായിക്ക് സ്വർഗം കിട്ടുമെന്ന്. വാപ്പ വെള്ളിയാഴ്ച മരിച്ചാൽ നിനക്കെന്ത് കിട്ടും? നിനക്കൊന്നും കിട്ടൂല. ഉമ്മ വെള്ളിയാഴ്ച മരിച്ച ഉമ്മയ്ക്ക് സ്വർഗം കിട്ടും. ഈ പറഞ്ഞുകൊണ്ട് നടക്കണം, നിനക്ക് എന്ത് കിട്ടും? നിനക്കൊന്നും കിട്ടൂല. നിനക്ക് വല്ലതും കിട്ടണമെങ്കിൽ നീ അതുപോലെ മരിക്ക്. അതല്ലേ മക്കള്? അല്ലടാ, വാപ്പ പോയ രീതിയിൽ, വാപ്പ പോയതിനേക്കാളും മനോഹരമായി പോകുമ്പോഴല്ലേ നീ വാപ്പാടെ മോനാവുന്നേ. അല്ലാഹ് പറയുകയാ, എനിക്ക് ആരും 5 നയാ പൈസ തരണ്ട, ആർക്കെങ്കിലും നല്ല മരണം വേണമെങ്കിൽ ഞാൻ തരും. എന്ത് ചെയ്യണം? വല്ലാഖിബത്തുൽ തഖ്വ. 5 നേരം അല്ലാഹുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആര് നിസ്കരിക്കുന്നുണ്ടോ അവൻ അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചിലരുടെയൊക്കെ മയ്യത്ത് കണ്ടിട്ട് വരുമ്പോ നീ ചോദിക്കുമല്ലോ, അബൂബക്കറിന് വെള്ളിയാഴ്ച രാവിലെ മരണം കിട്ടാൻ ഇവൻ എന്നാ ചെയ്തിട്ടാടാ? ഞാൻ ഹജ്ജിനും പോയിട്ടുണ്ട്, ഉംറയ്ക്കും പോയിട്ടുണ്ട്, ഞാൻ വലിയ ആളാ, പള്ളി കെട്ടിക്കൊടുത്തിട്ടുണ്ട്, എനിക്ക് കിട്ടിയില്ലല്ലോ. ഓനെങ്ങനെ കിട്ടി? ചിന്തിക്ക സഹോദര. അല്ലാഹു പറയുകയാണ്, ആർക്കാണ് നല്ല മരണം വേണ്ടത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാ നല്ല മരണം. എന്ത് ചെയ്യണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 വഖത്ത് നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ചാൽ പടച്ചവരെ പിന്നെ കടയിലിരിക്കൂല. എനിക്ക് കട തന്നതല്ലയാ, എനിക്ക് കച്ചവടം തന്നതല്ലയാ. അല്ലാഹനെ മറന്നാ ഇത് നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത നിനക്കുണ്ടാകണം. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ ഈ പരിസരത്തുള്ള ഒരു വീട്ടിലും ആരോഗ്യമുള്ള ആണിനെ ഇരുത്തരുത്. പള്ളിയിൽ പോകാൻ പറയണം. അത് വാപ്പയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, ഒരാളെ പോലും നിന്റെ വീടിന്റെ അകത്ത് ഇരുത്തരുത്. അങ്ങനെ ഇരുത്തിയാൽ അല്ലാഹുവേ, അത് അദാബിറങ്ങുന്ന സ്ഥലവാ. അവിടെ നിന്ന് റഹ്മത്തും ബർക്കത്തും അല്ലാഹു തിരിച്ചെടുത്ത് കളയും. അതുകൊണ്ട് സഹോദരാ, നമസ്കാരത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മടിയുമില്ല. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പോ. നമസ്കാരത്തിന് ബാങ്ക് വിളിച്ച മീൻ കഴുകുന്ന ഉമ്മ, ചോറ് വെക്കുന്ന ഉമ്മ, അടുക്കളയിൽ കരി പറ്റിയിരിക്കുന്ന ഉമ്മ, ബാങ്ക് വിളിച്ച ഓടിച്ചെന്ന് കൈകാലുകൾ കഴുകൂ, എന്നിട്ട് പെട്ടെന്ന് കയറി നിസ്കരിക്കൂ. അല്ലാഹുവേ,
അങ്ങനെ നമസ്കരിക്കാൻ കഴിയണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം കേട്ടോ. എടാ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ് ഹുബൈബ് തങ്ങൾ. അവിടെ നിന്ന് ശത്രുക്കൾ പിടിച്ചു കൊണ്ടുവന്നു. മുസ്ലിമായതിന്റെ പേരില് പിടിച്ചുകൊണ്ട് വന്നു. തൂക്കിക്കൊല്ലുകയാണ്, ഓരോരുത്തരെ തൂക്കിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഹുബൈബ് തങ്ങളാണ്. തൂക്കുമരത്തിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തി. എന്നിട്ട് താഴെ നിന്ന ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബേ, നീ ഞങ്ങളുടെ കൂടെ നടന്നവനാണ്, ഞങ്ങളുടെ ചങ്ങാതിയാണ്, എന്തിനാടാ ഹുബൈബേ ഇപ്പോഴേ ചാകുന്നത്? കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, നീ ചെറുപ്പക്കാരനാണല്ലോ, എന്തിനാ ചെറുപ്രായത്തിലേ ചാകുന്നത്? പുതിയ മതങ്ങൾ അങ്ങട്ട് ഞങ്ങളുടെ കൂടെ വന്നാൽ പണം തരാം, അധികാരം തരാ, പെണ്ണുങ്ങളെ തരാ, അടിച്ചു പൊളിക്കാമടാ ഹുബൈബ്, ഇസ്ലാം മതം കളന്നിട്ട് വാ ഹുബൈബ്. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, ഞാൻ വരൂല. കൂട്ടുകാര് പറഞ്ഞു, ഹുബൈബ് നീ മതം മാറണ്ട, നീ മതം മാറണ്ട, ഇസ്ലാമിനെ വലിച്ചെറിയണ്ട, മുഹമ്മദിനെ ഒരു ചീത്ത പറയടാ ഹുബൈബ്, നിന്നെ ഞങ്ങള് ജീവനോടെ വിട്ടേക്കാ ഹുബൈബ്. ഹുബൈബ് തങ്ങൾ അതിനും തയ്യാറായില്ല. അവസാനം കൊല്ലാ സമയമാകുമ്പോ ശത്രുക്കള് ചോദിച്ചു, ഹുബൈബേ നിന്റെ അവസാനത്തെ മോഹം എന്താടാ ഹുബൈബ്? നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ശത്രുക്കളോട് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊന്ന് 2 റക്അത്ത് നമസ്കരിക്കണം, മരിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് നിസ്കരിക്കണം. ചാകാൻ പോകുന്നവന്റെ അഭിലാഷമാണല്ലോ. കൂട്ടുകാര് സമ്മതം കൊടുത്തു. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് വുളുവെടുക്കുകയാണ്, പെട്ടെന്ന് വുളുവെടുക്കുകയാണ്, പെട്ടെന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ വന്ന് കൈകെട്ടികെട്ട് നിസ്കരിക്കുകയാണ്. 2 ചെറിയ സൂറത്തുകള്, 2 ചെറിയ സൂറത്തുകള് ഓതിയിട്ട് പെട്ടെന്ന് നമസ്കരിച്ചു. എന്നിട്ട് സലാം വീട്ടിയിട്ട് സുജൂദിൽ കിടന്ന് കരയുകയാ. എന്തിനാ കരയുന്നതെന്നറിയുമോ? അല്ലാ, എപ്പ നിസ്കരിച്ചാലും വലിയ സൂറത്തുകളാണ് ഓതാറ്. എപ്പ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകളെ ഓതാറുള്ളൂ. ഇന്നോദിയത് ചെറുതായി പോയി, ഇന്നോദിയത് ചെറുതായി പോയി. അല്ലാ, നിന്റെ മുന്നിൽ നിൽക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കൊതി തീർന്നിട്ടല്ല തമ്പുരാന്. ഞാൻ പെട്ടെന്ന് നമസ്കരിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ നിസ്കാരം നീണ്ടുപോയാ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എനിക്ക് മരിക്കാൻ പേടിയില്ല തമ്പുരാന്. നിന്റെ മുന്നിൽ വരുന്നതിന് ഹുബൈബ് എന്തിനാ പേടിക്കുന്നത്? അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞു. എടാ, കഴുകുമരത്തിന്റെ മുകളിൽ കയറി ഹുബൈബ് തങ്ങളുടെ കഴുത്തിലേക്ക് ശത്രുക്കള് കയറിട്ടിട്ട് അവിടെ നിന്ന് കയറ് മുറുക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിൽ കിടന്ന് തൂക്കുകയറിൽ കിടന്ന് പിടയുകയാണ്. മരണവപ്രാളത്തിൽ പിടഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ താഴെ നിൽക്കുന്ന ശത്രുക്കള് കളിയാക്കുകയാ, അവര് ചിരിക്കുകയാ. ഹുബൈബ് തങ്ങളെ കിടന്ന് മരണവപ്രാളത്തിൽ പിടയുന്നത് കണ്ടപ്പോ താഴെ നിന്നിട്ട് അവര് കളിയാക്കി ചിരിക്കുകയാ. ആ സമയമുണ്ടല്ലോ അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാണ്, ഹുബൈബേ എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? എന്തിനാടാ ഹുബൈബ് വിഷമിക്കുന്നത്? കണ്ണ് തുറക്ക് നോക്ക് ഹുബൈബ്, കണ്ണ് തുറന്ന് നോക്ക് ഹുബൈബ്. സ്വർഗത്തിലെ വസ്ത്രവും പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ നിരന്നു നിൽക്കുകയാ. നിന്നെ കൊണ്ടുപോകാനാ, നിന്നെ സ്വീകരിക്കാനാ. കരയല്ലേ ഹുബൈബ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ
ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ അവിടെ നിന്ന് സമാധാനിപ്പിക്കുകയാ. അവര് പറയുന്നു, പറയടാ ഹുബൈബ്, ഈ ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിളിച്ചു പറഞ്ഞിട്ട് ചിരിക്കടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തൂക്കുകയറിൽ കിടന്ന് പിടയുമ്പോ ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പേടിച്ചു പോയടാ ചെറുപ്പക്കാരാ. അതുവരെ ചിരിച്ചവന്മാരുടെ കണ്ണ് തള്ളിപ്പോയടാ ചെറുപ്പക്കാരാ. കഴുകുമരത്തിന് മരിക്കുന്ന സമയത്തും ചിരിക്കുന്ന ഹുബൈബിന്റെ മുഖം കണ്ടപ്പോ അവര് പോലെ കൊതിച്ചു പോയടാ പൊന്നുമോന്. നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാണ്, നല്ല മരണമാണ്. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? രാത്രി കിടക്കുമ്പോ പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ എഴുന്നേറ്റ് നിസ്കരിക്കാമെന്ന വാപ്പാ, നീ സാധാരണ ഒരു മനുഷ്യനല്ല, നീ സാധാരണ ഒരു മനുഷ്യനല്ല. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, പ്രായപൂർത്തിയായ പെൺമക്കള്, മക്കളുടെ ഭാര്യമാര് മഗ്‌രിബും ഇശായും നമസ്കരിക്കാതെ ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് കൊണ്ട് നിസ്കാരം കളയാക്കിയപ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിന്റെ അകത്ത് നിസ്കാരപ്പായിലിരുന്ന ഉമ്മ, നീ സാധാരണ പെണ്ണല്ല, സാധാരണ പെണ്ണല്ല. അല്ലാഹ് നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം മരിക്കാൻ കിടക്കുന്നവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. നിനക്കാള് വേണ്ട, നിനക്കൊരാളും വേണ്ട. ഈ ലോകത്ത് എവിടെ കിടന്ന് മരിക്കട്ടെ, വീടിന്റെ അകത്താകട്ടെ, നടു റോഡിലാകട്ടെ, ഹോസ്പിറ്റലിന്റെ ഐസിബിന്റെ അകത്താകട്ടെ, അല്ലാഹുവിന്റെ പള്ളിക്കകത്താകട്ടെ, ഈ ലോകത്ത് നീ എവിടെ കിടന്ന് മരിച്ചാൽ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ ആള് വേണ്ട. പിന്നാര് പറഞ്ഞു തരുമെന്നറിയുവോ? നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് അതാകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ടടാ ചെറുപ്പക്കാരാ. അന്ന് കാണുവടാ മോര് സിറാജ് കാണും, പള്ളിയിലെ ഇമാമ് കാണും, നിങ്ങൾ ഓരോരുത്തരും കാണും. കാണുമെന്ന് പറഞ്ഞത് പടച്ചറപ്പാട്. ഇതേ കണ്ണുകൊണ്ട് മലക്കുൽ മൗത്തിനെക്കാട് കൂടെ വരുന്ന 70 മുതൽ 70,000 വരെ 70,000 മലക്കുകൾ ഇറങ്ങി വരികയാ. ആരുടെ റൂഹ് പിടിക്കാ? രണ്ട് കാലിൽ നടക്കുന്ന, ഒരു കാറ്റടിച്ചാ താഴെ വീടുന്ന, ഒരു കൊതുവിന്റെ കടിയുടെ വേദന സഹിക്കാൻ പറ്റാത്ത എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ പള്ളിയിൽ പോകാത്തവര് കാണുമ്പോഴേ പിടന്ന് വീഴുമടാ. നീ പണമുള്ളവനാകട്ടെ, പവറുള്ളവനാകട്ടെ, അധികാരമുള്ളവനാകട്ടെ, ആൾബലമുള്ളവനാകട്ടെ, ആ മലക്കുകളെ കാണുമ്പോ മിണ്ടാതെ കിടക്കുകയാ. അവന് മുഴുവനും നിന്റെ ചുറ്റുഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. പറയും, വിളിക്കടാ, നിന്നെ കൊണ്ടുപോകാമെന്നതാണ്, നിന്റെ റൂഹ് പിടിക്കാമെന്നതാ. ആരെ വേണമെങ്കിലും വിളിച്ചോ. കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. മലക്കുകൾ പറയുന്ന രംഗമുണ്ടല്ലോ. നമസ്കരിച്ച വാപ്പാ, നമസ്കരിച്ച ഉമ്മ, അതാ റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുഴിയിൽ കൊണ്ടുവന്നു. അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ
അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അതാ നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കാ പോവുകയാണ്. ആ റൂഹ് വലിച്ചെടുക്കാ പോവുകയാണ്. ആ പിടിക്കാ സമയമാകുമ്പോ 5 നേരം നിസ്കരിച്ച വാപ്പാ അസ്റായില് പറഞ്ഞു തരും, അസ്റായില് പറഞ്ഞു തരും, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിന്റെ റൂഹ് പിടിക്കുന്ന മലക്ക് നിനക്ക് പറഞ്ഞു തരും, വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പിറപ്പോ കുടുംബക്കാരോ ഒരാളുടെയും ആവശ്യം നിനക്കില്ല. അസ്റായില് പറഞ്ഞു തരും, ഒന്ന് പറവാപ്പാ ഇത് പറഞ്ഞ നിങ്ങൾക്ക് സ്വർഗമാണ്, ഇത് പറഞ്ഞിട്ട് മരിച്ച സ്വർഗമാണ്, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാണ്, ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാ, ഒന്ന് പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിസ്കരിച്ച ഉമ്മമാര്, നിസ്കരിച്ച ഉമ്മമാര്, നിനക്കല്ല തരുന്ന പ്രതിഫലമാ, നിനക്കല്ല തരുന്ന പ്രതിഫലമാ. മലക്കുൽ മൗത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു തരും, മലക്കുൽ മൗത്ത് പറഞ്ഞു തരും. മൂന്നാമത്തെ പ്രതിഫലം, മൂന്നാമത്തെ പ്രതിഫലം, നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയുണ്ടല്ലോ, അവിടെ തന്നെ തൂക്കിയിട്ടിരിക്കുകയാണ്. അടിക്കാൻ അനുവദിച്ചില്ല. ശത്രുക്കൾ കാവല് നിൽക്കുകയാണ്, ശത്രുക്കൾ കാവല് നിൽക്കുകയാണ്. അല്ലാഹുവേ, മണിക്കൂറുകൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത പ്രയാസമായി. മുത്തുനബി പറഞ്ഞു, സഹാബാ എന്റെ ഹുബൈബിനെ ആരാ കബറടക്കുന്നത്? എന്റെ ഹുബൈബിന്റെ ജനാസ ആരാണ് കബറടക്കുന്നത്? ഒരു സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ കൊണ്ടുവരാൻ നബിയേ, ഹുബൈബിന്റെ ജനാസ ഞാൻ കബറടക്കാൻ നബിയേ. പ്രവാചകൻ അവിടെ അനുവാദം കൊടുത്തു. ഈ സ്വഹാബിയതാ ഹുബൈബ് തങ്ങളുടെ ജനാസയുടെ ചാരത്തേക്ക് പോകുമ്പോ ശത്രുക്കൾ മുഴുവനും കാവല് നിൽക്കുകയാണ്, ശത്രുക്കൾ മുഴുവനും കാവല് നിൽക്കുകയാണ്. ശത്രുക്കളുടെ നടുവിലേക്ക്, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടി വരികയാ. എന്നിട്ട് പറയുന്നത് എന്തെന്നറിയുവോ? ആരാണ് ഹുബൈബിന്റെ തല മുറിച്ചു തരുന്നത്? ആരാണ് ഹുബൈബിന്റെ തല എനിക്ക് വെട്ടിത്തരുന്നത്? ശത്രുക്കൾ ചോദിക്കുന്നു, പെണ്ണേ, ചത്തവന്റെ തല നിനക്കെന്തിനാ? ചത്തവന്റെ തല നിനക്കെന്തിനാ? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ച് കുടിക്കാനാ. ശത്രുക്കൾ കാവല് നിൽക്കുമ്പോ ഒരു പെണ്ണ് ചെന്നിട്ട് പറയുകയാ, എനിക്ക് ഹുബൈബിന്റെ തല വെട്ടിത്തരണം. ആര് വെട്ടിത്തരും? എന്തിനാ പെണ്ണെ? ചത്തവന്റെ തല നിനക്ക് എന്തിനാ? ഈ ചത്ത് കിടക്കുന്നവന്റെ തല നിനക്ക് എന്തിനാ? ആ പെണ്ണ് പറഞ്ഞു, ഇവന്റെ തല വെട്ടി പൊളിച്ചിട്ട് ആ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാമെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ പെണ്ണ് പറഞ്ഞു, ഈ തലയോട്ടി എനിക്ക് വേണം. ആരാണോ മുറിച്ചു തരുന്നത് അവന് ഞാൻ തരുന്ന സമ്മാനം എന്റെ ശരീരം. ആര് തലമുറിച്ചു തരുന്നോ അവന്റെ കൂടെ കിടക്കാം, എന്റെ കൂടെ കിടക്കാം. എന്റെ ശരീരമാണ് സമ്മാനം. ഓടുകയാ ചെറുപ്പക്കാര്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഇത് കേൾക്കുമ്പോ ചെറുപ്പക്കാര് വാള് മൂരിയിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടാൻ പോവുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വയല് പറയുന്ന ഉസ്താദിനൊന്നുമില്ല, കേൾക്കാൻ വന്നവർക്ക് ബിസ്ക്കറ്റ്, ചായ ഇല്ലേ? വയല് കേൾക്കാൻ വന്നവർക്ക് എന്താ? ബിസ്ക്കറ്റ്. ശരി, അള്ളാഹു ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദര, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലമുറിക്ക ഓട് എല്ലാം കൂടെ വാളെടുത്തിട്ട്
ഈ സഹാബി പതുക്കെ ഒരു മരത്തിന്റെ മുകളിൽ കയറി, ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി. എന്താ നടക്കാവുന്ന കാണണമല്ലോ, എന്താണ് നടക്കുന്നത് എന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ മരത്തിന്റെ മുകളിലേക്ക് കയറി. ഇതൊന്ന് തണുപ്പിക്കും, ഭയങ്കര ചൂട്. മരത്തിന്റെ മുകളിലേക്ക് കയറി നോക്കുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയോ? ഓടുക ജീവനും കൊണ്ടല്ല, ശത്രുക്കൾ മുഴുവനും ജീവനും കൊണ്ട് ഓടുകയാ, മരണപപ്രാളത്തിൽ ഓടി രക്ഷപ്പെടുകയാ. സഹാബിക്കൊന്നും മനസ്സിലായില്ല. മരത്തിന്റെ മുകളിൽ നിന്ന് എല്ലാം ഓടിക്കഴിഞ്ഞപ്പോ ഒന്ന് താഴെ ഇറങ്ങി ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ മയ്യത്ത് തന്നെ കാണാനില്ല. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ പോലും കാണാനില്ല. ഈ സഹാബി നിലവിളിച്ചുകൊണ്ട് മുത്തുനബിയുടെ മുന്നിലേക്ക് ഓടുകയാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് എന്നിട്ട് പറഞ്ഞു, നബിയെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു നബിയെ, മയ്യത്ത് പോലും കാണുന്നില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, എന്റെ ഹുബൈബിനെ കബറടക്കി, എന്റെ ഹുബൈബിനെ കബറടക്കി. ആര്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാരാ ഹുബൈബിനെ കബറടക്കിയത്? ജീവിതത്തിന്റെ അവസാനത്തെ മോഹമെന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയെ കബറടക്കിയതാരാ? പൊന്നുമോരി, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന നിസ്കരിച്ച ചെറുപ്പക്കാരാ, അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഒരു ദിവസം ഞാനും നിങ്ങളുമെല്ലാം മരിക്കുമല്ലോ. നമ്മുടെ വീട്ടുകാര് മുഴുവനും നമ്മളെ താങ്ങിയെടുത്ത് വീടിന്റെ സൈഡിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തിയിട്ട് തഥാ ചൂടുവെള്ളത്തിൽ എന്നെയും നിങ്ങളെയും കുളിപ്പിക്കുമല്ലോ. അത് കഴിഞ്ഞ് താങ്ങിയെടുത്ത് വീടിന്റെ അകത്ത് കൊണ്ടുവന്ന് 3 കഷ്ടം വെള്ളത്തുടിയുടെ മുകളിലേക്ക് കൊണ്ടുവന്ന് മലർത്തിക്കിടത്തുമല്ലോ. എന്നിട്ടല്ലാ നമ്മുടെ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് സുഗന്ധം പുരട്ടിയ ഒരു പഞ്ഞി എടുത്ത് വെച്ച് മൂക്കിന്റെ ദ്വാരമടയ്ക്കുമല്ലോ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. എല്ലാവരും കൂടെ വെള്ളത്തുണിയിലേക്ക് നിന്നെടുത്ത് വെച്ച് പൊതിഞ്ഞിട്ട് ഇവിടത്തെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലിനകത്തേക്ക് നമ്മളെ എല്ലാവരെയും എടുത്ത് കിടത്തിയിട്ട് 6 പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തെ പള്ളിയിലേക്ക് നിങ്ങളുടെ ജനാസ കൊണ്ടുവരുമല്ലോ. ഈ പള്ളി തികയില്ലടാ ചെറുപ്പക്കാരാ, മയ്യത്ത് നമസ്കരിക്കാൻ ഈ പള്ളി പോരാ. ഈ പള്ളിയും പരിസരം മുഴുവനും നിറയുകയാണ്. കാലുകുത്താസനമില്ല, കാലുകുത്താസനമില്ല, അത്രയ്ക്ക് തിരക്കാണ് മോന്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ കേന്ദ്രമന്ത്രിമാരോ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ വരുന്നത് കൊണ്ടല്ല. പിന്നെ പടച്ചവര് മീനാട് പള്ളിയും പരിസരവും നിറയുകയാ. കാലുകുത്താ സ്ഥലമില്ല ചെറുപ്പക്കാരാ. ആരാ വരുന്നതെന്നറിയുമോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം കാണാത്ത, പാപം പറയാത്ത അല്ലാഹുവിന്റെ 70,000 മലക്കുകൾ മീനാട് പള്ളിയും പരിസരവും നിറയും ചെറുപ്പക്കാരാ. നമസ്കരിച്ച നിന്റെ മയ്യത്തടക്കാര്, നമസ്കരിച്ച നിന്നെ കബറടക്കാ. 5 നേരം നിസ്കരിച്ച ഉമ്മ നിന്റെ മയ്യത്ത് കബറടക്കാ. അല്ലാഹുവിന്റെ മലക്കുകൾ വരും ഉമ്മ. അതിനാടാ മരണമെന്ന് പറയുന്നത്, അതിനല്ലേ മരണമെന്ന് പറയുന്നത്. വമിനന്നാസി മയ്യസിരീ നഫ്സഹു ബുതിഗാ മർദാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. മോനെ
മരിച്ചാൽ അങ്ങനെ മരിക്കണം ചെറുപ്പക്കാരാ. വാപ്പാ, അതിനാണ് മരണമെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ മലക്കുകൾ മുഴുവനും മീനാട് പള്ളിയും പരിസരവും നിറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, എന്റെ ഹുബൈബിനെ ഖബറടക്കിയത് അല്ലാഹുവിന്റെ മലക്കുകളാണ് സഹാബാ. ജീവിതത്തിൽ അവസാനത്തെ മോഹമെന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് ഖബറടക്കിയത് മലക്കുകളാണെന്ന് ചരിത്രം പറയുമ്പോ നമസ്കരിക്കുന്നവന് കിട്ടുന്ന 4ാമത്തെ പ്രതിഫലമാണ് 5 നമസ്കരിക്കുന്ന മുസ്ലിമേ, നിനക്ക് അല്ലാഹു തരുന്ന 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂടെ നടക്കാ അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ 5 വഖത്ത് നിസ്കരിച്ച 5 പ്രതിഫലം: 1 മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം തരും, 2 നല്ല മരണം, 3 അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരും, 4 മയ്യത്ത് ഖബറടക്കാൻ മലക്കുകൾ വരും, 5 മുത്തുനബിയുടെ കൂട്ടുകാരനായി സ്വർഗ്ഗത്തിൽ നടക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സമയം കറക്റ്റ് 10 മണി. മാറ്റി നോക്കണ്ട, ഞാനും നോക്കി. ടൈം ടു ടൈം അല്ലേ? ടൗൺ ടു ടൗൺ ഓടുന്ന പോലെ കറക്റ്റ് തുടങ്ങി കറക്റ്റ് അവസാനിപ്പിച്ചു. ഒരു പ്രഭാഷകന്റെ ഏറ്റവും വലിയ കഴിവ് കറക്റ്റ് സമയത്ത് വാഴ്ന്നു നിർത്തുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കറക്റ്റ് 10 മണിയായി. ആദം നബി അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത് കള്ളു കുടിച്ചത് കൊണ്ടല്ല, വ്യഭിചരിച്ചത് കൊണ്ടല്ല, പലിശ തിന്നത് കൊണ്ടല്ല, നിസ്കരിക്കാത്തത് കൊണ്ടല്ല, സദക്ക കൊടുക്കാത്തത് കൊണ്ടല്ല, ഹജ്ജ് ചെയ്യാത്തത് കൊണ്ടല്ല. എന്തിനാ പുറത്താക്കിയേ? യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ഷജറ ഫതകൂനാ മിനൽ ളാലിമീൻ. അല്ലാഹുവോട് ചെയ്ത വാക്ക് ലംഘിച്ചതിന്റെ പേരിലാണ് ഞാൻ ആദ്യം നിങ്ങളെ പിടിച്ചിരുത്തിയത്. 10 മണിക്ക് നിർത്തുന്ന വാക്ക് പറഞ്ഞിട്ടാ പിടിച്ചിരുത്തിയത്. ആ വാക്ക് പാലിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് വേണം? നിർത്തണോ പറയണോ? ഇനി നിങ്ങളുടെ ചോയ്സാണ്. നിർത്തണോ പറയണോ? എനിക്ക് ഇൻഷാ അല്ലാഹ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കണം. എത്ര മണി വരെ? കുറച്ചു നേരം കൂടി ഇരിക്കുവോ? പറയണോ നിർത്തണോ? പറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കി. താത്താമാരി പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കിപ്പോണില്ല. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരാകണമെങ്കിൽ സുജൂദുകൾ അധികരിപ്പിക്കും. ഫർദ് മാത്രം നിസ്കരിക്കുന്ന മഹാന്മാരുണ്ട്. ഇക്കാമത്ത് കൊടുക്കുമ്പോ ചാടിക്കേറും, സലാം വിട്ടു ഓടും. പിന്നെ എന്തിനാ മോനെ സുബഹിക്ക് മുമ്പ് 2 റക്അത്ത്, ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ശേഷം 2 റക്അത്ത്, അസറിന് മുമ്പ്, മഗ്രിബിന് ശേഷം, ഇശായിക്ക് മുമ്പും ശേഷവും ഈ 2ഉം 4ഒക്കെ ആയിട്ട് എന്തിനാ അല്ലാഹു വെച്ചിരിക്കണ? വെറുതെ. അത് പള്ളിയിലെ ഉസ്താദിന് മാത്രമുള്ളതാ? അല്ല, അത് നിനക്ക് നിസ്കരിക്കാനുള്ളതാ. ഫർദ് മാത്രമല്ല നിസ്കരിക്കേണ്ടത്, സുന്നത്തും കൂടെ നിസ്കരിക്കണം. അപ്പൊ ചോദിക്കും, സുന്നത്തല്ലേ ഉസ്താദ്? അതിനിപ്പോ എന്താ? അപ്പൊ സുന്നത്തല്ലേ? നിർബന്ധമൊന്നുമില്ലല്ലോ. നിനക്കതിന്റെ പ്രതിഫലം അറിയാഞ്ഞിട്ടാ. സുന്നത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലം അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. അള്ളാഹു നമുക്ക് നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സുന്നത്ത് നമസ്കാരത്തിന് 12 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയുണ്ട്. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സുന്നത്ത് നമസ്കാരം നമസ്കരിച്ച എത്ര കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി? 12 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയുണ്ട് ഒരു സുന്നത്ത് നിസ്കാരത്തിന്. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കോ?
രാത്രി 3 മണിക്ക് വല്ല എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറഞ്ഞ ആര് നിസ്കരിക്കും ഉസ്താദെ? അല്ലേ? അതാ പേടി. തഹജ്ജുദ് നിസ്കാരമൊന്നുമല്ല. ഇന്നത്തെ സമയം കഴിഞ്ഞു, ഇനി നാളെ നിസ്കരിക്കാൻ പറ്റും. ആ നമസ്കരിക്കേണ്ട സമയം ഇന്ന് കഴിഞ്ഞു പോയി, ഇനി നാളെ നിസ്കരിക്കാൻ പറ്റും. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കോ? പറ ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഗ്രിബിന്റെ ഫർള് നമസ്കാരം കഴിഞ്ഞ് ആ സ്ഥിരമായി നിസ്കരിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു 6 റക്അത്ത് ഒരു സുന്നത്ത് നമസ്കാരമുണ്ട്. അവ്വാബി നമസ്കാരം എന്നാണ് അതിന്റെ പേര്. കിതാബുകളിൽ കാണാം. അവ്വാബി നമസ്കാരം എന്ന് പറഞ്ഞിട്ട് 2 റക്അത്തായിട്ട് ഒരു 6 റക്അത്ത് നമസ്കരിക്കാറുണ്ട്. ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഇദാ ജാഅ തബ്ബത് യദാ ഖുൽ ഹുവല്ലാഹു ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇങ്ങനെ 6 സൂറത്തുകൾ ഓതിയിട്ട് 2 റക്അത്ത് വീതം ഒരു 6 റക്അത്ത് നമസ്കാരം മഗ്രിബിന്റെ നമസ്കാരം കഴിഞ്ഞ ഉടനെ നമസ്കരിക്കാറുണ്ട്. അവ്വാബി നമസ്കാരം. അബൂ നാസർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലിയുള്ള നിസ്കാരമാണ് നിസ്കാരം. അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. എന്ന് നിസ്കരിക്കണമെന്ന് ഞാൻ പറയണില്ല, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കൂലേ? നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ചായ മറിയണ്ട. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കാൻ മനസ്സുള്ളവർ അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരെണ്ണം കൂടെ പറയണോ ദുആ ചെയ്യണോ? നിന്ന് വാഴ്ന്നു പറഞ്ഞ് ശീലിച്ച് നിൽക്കുന്നതിനേക്കാളും പാടായിരിക്കുന്നതിന്. നിന്ന് പ്രസംഗിക്കുന്നതിനൊക്കെ ഇരുന്ന് നടുവേദന തുടങ്ങി. ഞാൻ കാലിന് നീര് കെട്ടുന്നത് കാരണമാണ് ഇരുന്നത്. കാരണം ഇരുന്ന് പ്രസംഗിക്കാനും അറിയില്ല, നടുവിന് നല്ല വേദനയുണ്ട്. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തുമാറാകട്ടെ.